പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ഞാൻ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിനെ സ്തുതിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം എന്ന് പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. നമുക്കൊരുമിച്ച് ഒരുമനപ്പെട്ട ദൈവസന്നിധിയിൽ നിന്ന് പ്രത്യാശയോടെ മുന്നോട്ട് പോകാം. വലിയ കാര്യങ്ങളാൽ കർത്താവ് നമ്മളെ നിറയ്ക്കുന്നല്ലോ. ഓരോ ദിവസവും ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ, വലിയ അത്ഭുത സാക്ഷ്യങ്ങൾ ഇന്ന് കേൾക്കുവാനും കാണുവാനും ഒക്കെയും ദൈവം നമ്മളെ അനുവദിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കുന്നു. ഇന്നും കർത്താവിൻ്റെ പ്രവർത്തികളെ കർത്താവ് ചെയ്യുവാൻ ഇടയായിത്തീരും. ഇന്ന് ഈ സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ കാണുന്നവരെയൊക്കെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. പുതിയൊരു വർഷമാണ്. എനിക്ക് ഒത്തിരി ആളുകൾ ഹാപ്പി ന്യൂ ഇയർ അയച്ചിട്ടും ക്രിസ്മസിൻ്റെ ഒക്കെ നിങ്ങൾ അയച്ചിട്ട് എനിക്ക് ഒത്തിരി ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം, ഇത്ര ആൾക്ക് മറുപടി കൊടുക്കുക എന്നുള്ളത് നമുക്ക് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടെങ്കിലും പരിമിതിക്കകത്തു നിന്നുകൊണ്ട് തന്നെ കർത്താവിൻ്റെ കൃപയാൽ നിങ്ങൾ ബ്ലസ് ചെയ്തവരുണ്ട്, പ്രാർത്ഥിച്ചവരുണ്ട്. എല്ലാവരെയും ഞാൻ ഓർത്ത് ചെയ്ത് സ്തുതിക്കുന്നു. അപ്പോൾ പുതിയ വർഷത്തിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ വാക്യങ്ങൾ കുറേ പേര് മറന്നുപോയി, കുറേ പേര് ഓർത്തു. എന്നാൽ മറന്നവരുമുണ്ട്, ഓർത്തവരുമുണ്ട്. ഞാൻ ഓർത്തവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം വെച്ചാൽ വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവത്തിൻ്റെ വചനം. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജീവിതത്തിൽ ആ ഒറ്റ വചനം എൻ്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവരുവാൻ സഹായിച്ചതാണ്. അപ്പോൾ കേൾക്കുന്ന വചനം വെറുതെ കേട്ട് കളയരുത്. എന്നെ ശക്തനായവൻ വലിയവ ചെയ്തിരിക്കുന്നുള്ള വചനമായിരുന്നു കഴിഞ്ഞ വർഷത്തെ. ഈ വർഷത്തെ നമുക്ക് കിട്ടിയ വചനം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഈ വർഷത്തെ വചനം അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വർഷം മുഴുവനും പോകുന്നത്. അപ്പോൾ ഈ വർഷം അവസാനം ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങളിനി ഓർക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അടിസ്ഥാനത്തിൻ്റെ അകത്ത് വ്യത്യാസം വന്നു. ഈ ഒരു അടിസ്ഥാനമാണ് നമ്മൾ ഇന്നലെ ഞാൻ അതിൻ്റെ തുടക്കം ഇട്ടു. ഇന്നും നമ്മൾ തുടർമാനമായിട്ട് തീർക്കുന്നു. പിന്നീട് നമ്മൾ പല വചനത്തിലേക്ക് പോകുമെങ്കിലും മറക്കരുത്, ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ എറൈസ് ആൻഡ് ഷൈൻ. എന്ത് ചെയ്യുക? നീ പ്രകാശിക്കുന്ന വർഷമാണ്. എഴുന്നേൽക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ്. പ്രകാശിക്കുക എന്നുള്ളത് ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യും? നിങ്ങളെ പ്രകാശമാക്കി മാറ്റും. നിങ്ങൾ എണീക്കണം. നിങ്ങളെ എണീക്കുമ്പോൾ ദൈവം നിങ്ങളെ അത്ഭുതമാക്കി മാറ്റുവാൻ ഇടയായിത്തീരും. ആമേൻ. നമുക്ക് തുടർമാനമായിട്ട് കർത്താവിൻ്റെ വചനം കേൾക്കാം. എന്നോട് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാ പറയുകയാണ്, ഒരു ബിനു എന്ന് പറയുന്ന ഒരു വ്യക്തി, ഭർത്താവായിട്ടുള്ള ഒരു വ്യക്തിയുടെ കുടുംബത്തിൻ്റെ മേൽ കർത്താവ് ഒരു പ്രവൃത്തി ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. ബിനു എന്ന വ്യക്തി, അതുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഒരു സ്പർശനത്തെ, പ്രത്യേകിച്ച് ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് എന്നോടൊരു വാക്കിങ്ങനെ പറയുകയാണ്. ആ ഭവനത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ്. പ്രത്യേകിച്ച് ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നകത്തു നിന്നും ദൈവം നിങ്ങളെ മേൽത്തരമായ ഒന്നിലേക്ക് മാറ്റാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ബിനു എന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ ബ്രദറെ, എനിക്ക് അറിയാവുന്ന ഒരു ബ്രദർ, അത് പുറത്തോട്ട് പോകാനായിട്ട് കാത്തിരിക്കുക, ഇതുവരെ ഒന്നും ആയില്ല. അപ്പോഴും നമുക്ക് അറിയാവുന്ന ഒരു ബ്രദറാ. ഞാൻ ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഭർത്താവുള്ള ബിനു എന്ന് പറയുന്ന ഭർത്താവുള്ള ആരാണോ അതാണ് ഞാനിപ്പോൾ ഞാൻ പറഞ്ഞത്. ബിനു എന്ന് പറയുന്ന ഭർത്താവുള്ള ആളാണ്. എന്റെ മകളുടെ ഭർത്താവിന്റെ പേര് ബിനു എന്നാണ്. എന്റെ അനിയത്തിയുടെ പേര് ബിനു. വീട്ടിൽ വിളിക്കുന്നതാണ്. ഹസ്ബൻഡ് ഉണ്ട്. ഒരു മിനിറ്റ്. ബിനു എന്ന് പറയുന്ന ഭർത്താവുള്ള, അതായത് കേൾക്കുന്നത് ഒരു ഭാര്യയാണ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കേൾക്കുന്നത് ഒരു ഭാര്യയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുക്കുക. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ വലിയ പ്രവർത്തികളെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകണം. പ്രത്യേകിച്ച് ആ സ്ഥലവുമായിട്ട് പറഞ്ഞു. ഞാനാണ് ബിനു. എന്റെ ഹസ്ബൻഡ് സാബു, ഞാൻ ബിനു. ഒരു മിനിറ്റ്. ബിനു എന്ന ഹസ്ബൻഡ്, കേൾക്കുന്നത് ഭാര്യയാണ്. ബിനു എന്ന ഹസ്ബൻഡ് എന്നാണ് ഞാൻ പറഞ്ഞത്. ബിനു എന്ന ഹസ്ബൻഡുള്ള ഭാര്യയാണിത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിയോടാണ് കർത്താവ് ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അത് യേശുവിൻ്റെ നാമത്തിൽ. ഹസ്ബൻഡിൻ്റെ പേര്
ബിനു എന്നാൽ ഏറ്റെടുത്തോ. കർത്താവിനെ പറഞ്ഞു ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ പുറകിൽ ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ ഒരു വാഴ നിൽക്കുന്ന ഒരു വീടാണ് ഞാൻ കാണുന്നത്. വീടിൻ്റെ പുറകുവശത്തായിട്ടൊരു വാഴയുണ്ട്. ബിനു എന്ന ഹസ്ബൻഡ് അല്ലേ? എന്നോട് ഈ കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടോ സിസ്റ്ററെ? ഇല്ല, പക്ഷെ സ്ഥലം സംബന്ധിച്ചൊന്നും. സ്ഥല സംബന്ധം പറഞ്ഞാൽ നിങ്ങളെ അവിടുന്ന് എടുത്തു മാറ്റാൻ വേണ്ടി കർത്താവ് മാറ്റുകയാണ് അവിടുന്ന്. അതായത് സ്ഥല സംബന്ധമായിട്ട് ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അവിടുന്ന് കർത്താവ് നിങ്ങളെ മേൽത്തരമായിട്ട് ഒന്നിലേക്ക് ദൈവം അനുഗ്രഹത്തിലേക്ക് മാറ്റാൻ വേണ്ടി. ഞാൻ ചോദിച്ചോട്ടെ, ഈ ബിനു എന്ന ഹസ്ബൻഡ് ഉള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടോ സിസ്റ്റർ? ഇല്ല ഇല്ല വീടിൻ്റെ പുറകിൽ ഇങ്ങനെ ഈ പറഞ്ഞ അടയാളം പോലെ വാഴ നിൽക്കുന്ന കാര്യം വല്ലതും എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ഇല്ല സിസ്റ്ററെ, കർത്താവ് പറഞ്ഞത് ഇപ്പം നിങ്ങൾ നിൽക്കുന്ന കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. സ്ഥല സംബന്ധമായ വിഷയത്തിൻ്റെ മേൽ കർത്താവ് അത്ഭുതം ചെയ്യാൻ വേണ്ടി പോകുന്നു. മേൽത്തരമായ ഒന്നിലേക്ക് ദൈവം നിങ്ങളെ മാറ്റി പാർപ്പിക്കാൻ വേണ്ടി പോകുന്ന അനുഗ്രഹമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അനുഗ്രഹമാണ്. ഇപ്പോഴുള്ള സ്ഥലത്തു നിന്നും അനുഗ്രഹമാക്കി മാറ്റാൻ വേണ്ടി. ദോഷമല്ല, പേടിക്കേണ്ട, ദോഷമല്ല, അനുഗ്രഹത്തിലേക്ക് മാറ്റാൻ വേണ്ടി പോകാമെന്നാണ് ഞാൻ പറഞ്ഞത്. തുടക്കത്തിൽ തന്നെ കർത്താവോട് പറഞ്ഞതുകൊണ്ടാണ് ഞാനതുകൊണ്ട് അടുത്തടുത്ത് ഞാൻ പറഞ്ഞത് ബിനു എന്ന ഹസ്ബൻഡുള്ള വ്യക്തി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണേ, ദൈവിക ആലോചന വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. കർത്താവ് വലിയ പ്രവർത്തികളെ ചെയ്യും. അപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ ഭവനത്തിൻ്റെ നിങ്ങളുടെ കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവിലൂടെ അത് വെളിപ്പെടുത്തുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടോണം. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തൊടുകയാണ്. ഞാൻ എൻ്റെ അറിയാവുന്ന വ്യക്തിയോടൊക്കെ ഞാൻ പറയാറുണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് കയറുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയോടിരിക്കണം. നിങ്ങളോട് കർത്താവ് സംസാരിക്കും. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഫെബ്രുവരി നടക്കാൻ പോകുന്ന മീറ്റിങ്ങിലൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് വരണം. നിങ്ങൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ തൊടും. നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ കർത്താവ് ഇടപെടും. അടുത്തൊരു തലത്തിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരുവാൻ പറ്റും. ബൈബിളിൽ ചില അധികാരങ്ങളെയും അഭിഷേകങ്ങളെയും ഇപ്പം നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ ദൈവം എനിക്കൊരു അധികാരവും അഭിഷേകവും തന്നു. അതെൻ്റെ കഴിവ് നോക്കിയിട്ടല്ല, എൻ്റെ പ്രാപ്തി നോക്കിയിട്ടല്ല, എൻ്റെ പ്രായം നോക്കിയിട്ടല്ല, എൻ്റെ എക്സ്പീരിയൻസ് നോക്കിയിട്ടല്ല, ദൈവം തന്ന ഒരു കൃപ. അപ്പോൾ അധികാരത്തിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ ഒരു ദൈവിക ആലോചന വരുമ്പോൾ അത് ആമേൻ പറഞ്ഞ് സ്വീകരിക്കുമ്പോൾ നിങ്ങൾ എന്നെ അനുസരിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലോചന ഞാനെന്ന വ്യക്തിയിലൂടെ പുറത്ത്, ഞാനെന്ന വ്യക്തിയുടെ വിഷയമല്ല എങ്കിൽ പോലും ദൈവം എന്നെ ആക്കി വെച്ചു. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. പ്രാർത്ഥനയിലിരിക്കുമ്പോൾ പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കണം. ഞാൻ പറഞ്ഞില്ല, മാനസികമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, പക്ഷേ പരിശുദ്ധാത്മാവ് നിങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ ഒരു വ്യക്തിയെ എന്നെ നിർത്തിയിരിക്കുന്നത് കൊണ്ട് ദൈവം ഇടപെട്ടുകൊണ്ടേയിരിക്കും, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ 2025 നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം എണീറ്റ് പ്രകാശിക്കുക. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വർഷത്തെ വാക്യമായിരുന്നു ശക്തനായവൻ വലിയ കാര്യം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ പ്രാവശ്യത്തെ വാക്യമാണ് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ എണീറ്റ് പ്രകാശിക്കുക. അപ്പോൾ എണീക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നിങ്ങൾ എണീറ്റ് പ്രകാശിക്കണം. അപ്പോൾ എണീറ്റ് പ്രകാശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ അതിന് ഒരു സപ്പോർട്ട് കൊടുക്കണം. ഞാനൊരു സപ്പോർട്ട് അവിടെ കൊടുക്കണം. ഇന്നലെ നിങ്ങൾ ഈ വാക്യം നോക്കിയാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങിയായിരുന്നു ഈ വാക്യം. ഇന്നലെ ചില സമയവ്യത്യാസം ഉണ്ടായിരുന്നുകൊണ്ട് പ്രാർത്ഥനയുടെ സമയവ്യത്യാസം വരുത്തിയുകൊണ്ട് മുട്ടുമുക്കാൽ ആൾക്കാർക്ക് കയറാൻ പറ്റിയില്ല. എങ്കിലും കയറിയവരുണ്ട്, കേട്ടവരുണ്ട്, യൂട്യൂബിൽ അത് കിടപ്പുണ്ട്. ഇവിടെ വചനം പറയുകയാണ്, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അപ്പോൾ യെശയ്യാവിൽ ഈ ഒരു വചനം പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അവിടെ യഹോവയുടെ പ്രകാശം അവരുടെ മേൽ ആരുടെ മേലോ വന്നിരുന്നില്ല. ഇവിടെ ശ്രദ്ധിക്കുക, യെശയ്യാവ് 60 വരുന്നതിന് മുമ്പ് 53, 54, 55, 56, 57, 58 വാക്യങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് അവിടെ കാണാൻ പറ്റും, അവിടെ യേശു ക്രിസ്തുവിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. 53 നമ്മൾ എപ്പോഴും പറയുന്ന വാക്യമുണ്ട്, അല്ലെങ്കിൽ 1 മുതലേ യേശുവിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. അവിടെ പറയുന്നൊരു വാക്യമുണ്ട്, നമുക്കറിയാം കർത്താവിൻ്റെ തിരുമുറിവിനാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു വന്നിട്ട് കർത്താവിൻ്റെ വചനത്തിലേക്ക് വരുമ്പോൾ, ഒരു മിനിറ്റ്, വോളിയം ക്ലിയർ അല്ലേ? സൗണ്ട് ഇല്ല എന്ന് ചിലർ പറയുന്നു. സൗണ്ട് ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ചിലർ പറയുന്ന സൗണ്ട് ഉണ്ട്, ചിലർ പറഞ്ഞ സൗണ്ട് ഇല്ലെങ്കിലും ഭൂരിപക്ഷം പേരും പറഞ്ഞ സൗണ്ട് വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തോ നിങ്ങളുടെ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ആകാനാണ് സാധ്യത, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ സൗണ്ട് ഇഷ്യൂ വന്നേനെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോണം. അപ്പം നമ്മുടെ ജീവിതത്തിൽ എണീറ്റ് പ്രകാശിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ പദ്ധതികളാണ്, വലിയ പ്രവർത്തികളാൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ എണീക്കുക എന്നുള്ളത്, അപ്പോൾ ക്രിസ്തു യേശുവിലേക്ക് ഈ ഒരു വചനം ക്രിസ്തുവിന് മുമ്പ് എഴുതപ്പെട്ടതാണ്. അതിന് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്കൊരു വാക്യത്തിലേക്ക് വരാം. എഫേസ്യ ലേഖനത്തിൻ്റെ അകത്ത്
5-ാം അധ്യായത്തിൻ്റെ അവിടെ അടുത്തൊരു വാക്യത്തിലേക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, തൊട്ടുമുകളത്തെ വാക്യത്തിൽ, അതുകൊണ്ട് ഈ 14-ാമത്തെ വാക്യം നോക്കി, എഫേസ്യ ലേഖനം 5:14, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. കണ്ടോ? അപ്പോൾ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുന്നു. അപ്പോൾ ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കുന്നു എന്ന പ്രവചനത്തിൻ്റെ മുൻപുള്ള കാര്യമാണ് യഹോവ നിന്റെ മേൽ പ്രകാശിക്കും, അവൻ്റെ തേജസ് നിന്റെ മേൽ ഉദിക്കും, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും. അപ്പോൾ ഇവിടെ യഹോവ ഉദിക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഉദിച്ചിട്ടില്ല, ഉദിക്കും. അവൻ്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും, ആയിട്ടില്ല. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉഭയശോഭയിലേക്കും വരും. അപ്പോൾ ഇതൊന്നും എന്ത് ചെയ്തിട്ടില്ല, നടന്നിട്ടില്ല. ഇത് പ്രവചനമായി നിൽക്കുകയാണ്. ഈ പ്രവചനം നിവൃത്തിയാകണമെങ്കിൽ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിരുന്നു, ഏതു മനുഷ്യനെയും പ്രകാശിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ പ്രകാശം ലോകത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുക. ഞാൻ ആ വാക്യം വേണമെങ്കിൽ നിങ്ങൾക്ക് സംശയം മനസ്സിലുണ്ടെങ്കിൽ, ഇനിയൊരു ഡൗട്ട് വേണ്ട, നമുക്ക് ആ വാക്യം ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഒരു വാക്യമുണ്ട്, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയിട്ടില്ല. അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അത് യോഹന്നാൻ ആയിരുന്നില്ല, അവൻ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയും, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അപ്പോൾ യേശു ക്രിസ്തുവിനെ പറ്റി പറയുകയാണ്, ഈ സകല പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് യേശു മുഖാന്തരമാണ്, പക്ഷേ യേശുവിനെ ആരും കണ്ടിട്ടില്ല. പക്ഷെ ഒരു ദിവസം യേശു ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. എങ്ങനെ വന്നത്? അതുവരെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ യേശു ഭൂമിയിലേക്ക് മനുഷ്യൻ്റെ രൂപത്തിൽ ഇറങ്ങി വരും. ഇതിലുണ്ടെന്നറിയാവോ? ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. നമ്മൾ യശയ്യാവ് 60 വായിച്ചില്ലേ? എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്ന, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രവചന നിവൃത്തി നടക്കണമെങ്കിൽ യേശു ക്രിസ്തു എന്ത് ചെയ്യണം? ഭൂമിയിലേക്ക് വരണം. അപ്പോൾ ഇത് വരുന്നതിന് മുമ്പ് യശയ്യാവ് പറയുകയാണ്, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഈ വെളിച്ചത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ വെളിച്ചം നിങ്ങളുടെ മേൽ അടിച്ചു കഴിഞ്ഞാൽ, ഈ വെളിച്ചം നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ, ഈ വാക്യം നിങ്ങൾ നോക്കിയാൽ മതി, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. അപ്പോൾ യേശു ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പിശാശിനെ നിങ്ങൾ ഓടിക്കാൻ നോക്കണ്ട, പിശാശ് നിങ്ങളെ വിട്ട് ഓടിപ്പോകുവാൻ ഇടയായിത്തീരും. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ചില വാചകങ്ങളുണ്ട്, പിശാശ് എൻ്റെ ഭവനം വിട്ട് ഓടിപ്പോകണം, പിശാശ് എൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണമൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളിപ്പോൾ വെളിച്ചമല്ല എന്ന് അതിൻ്റെ അർത്ഥം. ചില പ്രസംഗകർ ഇങ്ങനെ ഉപയോഗിക്കുന്ന വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ ആരും ലൈറ്റ് ഇട്ടിട്ട് ഇരുട്ടിനോട് പ്രത്യേകിച്ച് ഇറങ്ങിപ്പോകാൻ പറയേണ്ട കാര്യമില്ലല്ലേ. ഒത്തിരി പ്രസംഗകർ ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനായിട്ട് പറയുന്ന വാക്കല്ല, മിക്ക പ്രസംഗരും പറയാറുണ്ട്, ലൈറ്റ് ഇട്ടതിന് ശേഷം ഇരുട്ടെ നീ ഇറങ്ങിപ്പോ എന്ന് പറയണ്ട. വെളിച്ചം വന്നു കഴിഞ്ഞാൽ ഇരുട്ടിൻ്റെ ഒരംശം പോലും ആ മുറിയിൽ കാണാൻ കഴിയത്തില്ല. ആ മുറി മുഴുവനും വെളിച്ചം ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ വചനം പറയുന്നു, യേശുവാകുന്ന വെളിച്ചം നിങ്ങളുടെ മേൽ പ്രകാശിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുമെന്നറിയാവോ? ഇരുളിനെ അവിടെ പിടിച്ചടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇരുളിന് പിടിച്ചടക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അത്രത്തോളം വെളിച്ചം നിങ്ങളുടെ മേൽ പ്രകാശിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എഫേസ്യ ലേഖനത്തിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുകയാണ്, എന്നാൽ ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും. അപ്പോൾ ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കും. അപ്പോൾ ഇവിടെ യശയ്യാവ് പറയുകയാണ്, എണീറ്റ് പ്രകാശിക്കുക, ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും. 2 വാക്ക് ശ്രദ്ധിച്ചോണം. അപ്പോൾ എഴുന്നേൽക്ക്, ഇവിടെ നിങ്ങൾ നോക്കിയ, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന്, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കുക. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, ഉറങ്ങുന്നവനെ ഉണർന്ന്. യശയ്യാവിൽ പറയുന്നു എഴുന്നേറ്റ് പ്രകാശിക്കുക. ഈ 2 വാക്യം നോക്കിയേ, ഒന്ന് എണീക്കുക എന്നും ഉണരുക എന്നും പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ കർത്താവിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും അയ്യോപാപങ്ങളായിട്ട് മാറുന്നുണ്ട്. വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എല്ലാ വ്യക്തികളും അയ്യോപാപങ്ങൾ, നമ്മളിങ്ങനെ എല്ലാം സഹിക്കാനും നമ്മളെല്ലാം എന്താ പറയുന്നത് കിട്ടുന്നതെല്ലാം അനുഭവിച്ച് ജീവിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് നമ്മുടെ ചിന്തയിൽ. പക്ഷെ കർത്താവായ യേശു പറഞ്ഞുകൊണ്ട്, ബലാൽക്കാരികൾ ദൈവരാജ്യത്തെ അവകാശമാക്കും. ആമേൻ. ബലാൽക്കാരികൾ ദൈവരാജ്യത്തെ അവകാശമാക്കും. ബലാൽക്കാരികൾ എന്ന് പറഞ്ഞാൽ അയ്യോ പാവങ്ങളല്ല.
യേശുക്രിസ്തുവിനെ അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞോണം, ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ നിങ്ങൾ അനുഭവിക്കേണ്ടവരല്ല, നിങ്ങൾ വെളിച്ചത്തിൻ്റെ അവകാശം ഉള്ളവരാണ്. ആമേൻ. അപ്പോൾ വെളിച്ചത്തിൻ്റെ അവകാശത്തിന് വിരോധമായിട്ട്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, വെളിച്ചത്തിൻ്റെ അവകാശത്തിന് വിരോധമായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ലൈറ്റ് ഇട്ടാൽ മതി. നമ്മളിപ്പോൾ ഇരുട്ടത്ത് കിടന്ന, നമ്മൾ പറഞ്ഞിട്ട് പഴഞ്ചൊല്ലില്ലേ, ഇരുട്ടത്ത് തപ്പുന്നത് എന്തിന്? നമ്മൾ അങ്ങനെ വാക്ക് പറയും, ഇരുട്ടത്ത് കിടന്ന് തപ്പുന്നത് എന്തിനാ? അതിൻ്റെ അർത്ഥം എന്തുവാ? ഇരുട്ടത്ത് തപ്പിയാൽ കിട്ടാൻ പോകുന്നില്ല, വെളിച്ചത്ത് തപ്പുന്നവനെ കിട്ടാൻ പോകുന്നുള്ളൂ. അപ്പോൾ വെളിച്ചത്തിൻ്റെ പ്രത്യേകത എല്ലാം വെളിപ്പെട്ട് വരും. വെളിച്ചത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ഒന്നും മറവല്ല. ഇപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ വെച്ച് അല്ലെങ്കിൽ എൻ്റെ പേഴ്സ് വെച്ച് മറന്നുപോയി, ആ മുറിയിൽ ലൈറ്റ് ഇല്ല, കംപ്ലീറ്റ് ഇരുട്ടാണ്, ഞാൻ കിടന്ന് മുഴുവൻ തപ്പുക, വലിയ ഗുണമുണ്ടോ? ഇല്ല, തപ്പി തപ്പി മടുക്കുന്നത് അല്ലാതെ വേറൊന്നുമില്ല. പെട്ടെന്ന് ലൈറ്റ് ഇട്ടപ്പോൾ മനസ്സിലായി അത് എവിടെ ഇരിപ്പുണ്ടായിരുന്നു, അത് ആ ഷെൽഫിൻ്റെ എവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ വെളിച്ചത്തിൻ്റെ പ്രത്യേകത എന്തുവാ? വെളിച്ചത്തിൻ്റെ പ്രത്യേകത ഒന്നും മറവല്ല, എല്ലാം വെളിപ്പെട്ട് വരും. അപ്പോൾ വെളിച്ചം നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും മറഞ്ഞിരിക്കുവാൻ കഴിയത്തില്ല, ഒന്നിനും മറച്ചു വെക്കാൻ കഴിയത്തില്ല, അത് വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. അപ്പോൾ ഈ വചനവുമായിട്ട് എന്താ ബന്ധം? ഞാൻ നേരെ ഈ എഫേസ്യ ലേഖനത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക് ഒന്ന് പോകുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ മുതലാണ് ഇത് തുടങ്ങുന്നത്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ശ്രദ്ധിച്ചോണം, അനുകരിപ്പിൻ. എന്താണ് ഈ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തുവാ? അനുകരിക്കുക എന്നതിൻ്റെ അർത്ഥം എന്തുവാ? അനുകരിക്കുക അല്ലേ? നമ്മൾ പലപ്പോഴും കണ്ടില്ല, പലരെയും അനുകരിക്കുന്നു. അതായത് അതേപോലെ തന്നെ ആ വ്യക്തിയെ പോലെ തന്നെ നമ്മൾ അഭിനയിക്കുക, അല്ലെങ്കിൽ ആ വ്യക്തിയെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യുക. കുറച്ചുകൂടെ നല്ല വാക്ക് അല്ല, ഇമിറ്റേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഇമിറ്റേറ്റ്. അപ്പം നിങ്ങൾ അകൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസന വഴിപാട് യാഗവും അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കുവിൻ. ദുർനടപ്പ്, യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പോലും അരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തച്ചരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്ത വാക്കുകളൊന്നും അരുത്, സ്വോത്രമത്രേ വേണ്ടത്. അപ്പോൾ ഇത് ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ്. അപ്പം വെളിച്ചത്തിലുള്ളവൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല ചില വാക്കുകൾ ഞാൻ പറയാം. അങ്ങനെ നിങ്ങൾ വിശുദ്ധന്മാർക്ക് ഉചിതം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഭയങ്കര പേടിയാണ്. അടുത്ത വാക്യത്തിൽ പറഞ്ഞു, ചീത്തച്ചരം, പൊട്ടച്ചെല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്തതൊന്നും അരുത്. അപ്പോൾ എത്ര പേര് കേട്ടിട്ടുണ്ടായിരിക്കും ഈ വാക്ക്? പൊട്ടച്ചൊല്ല്, കളിവാക്കുകളൊന്നും ഉപയോഗിക്കരുതെന്ന് എത്ര പേര് കേട്ടിട്ടുണ്ടായിരിക്കും? എന്താ നിങ്ങൾ കേട്ടിരിക്കുന്നത്? നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ടല്ലേ, ചീത്തച്ചൊല്ല്, പൊട്ടച്ചൊല്ല്, കളിവാക്കുകളൊന്നും ഉപയോഗിക്കില്ല. അപ്പം നമ്മുടെ ചിന്തയിൽ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തമാശ പറയുന്നതോ അങ്ങനെയുള്ള കൂട്ടുകാരും ഒക്കെ കൂടുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടി പോരുത്. നമ്മൾ അവരുമായിട്ട് ചിരിക്കുന്നതോ കളിക്കുന്നതോ വർത്തമാനം പറയുന്നതോ എല്ലാം പൊട്ടച്ചൊല്ലും കളിവാക്കുകളും ഒക്കെ. യഥാർത്ഥത്തിൽ പൊട്ടച്ചൊല്ലും കളിവാക്കും നമ്മുടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഒന്ന്, നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാണ്. എന്താണ് ഈ ദൈവത്തെ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ? യേശുക്രിസ്തു പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ പോകേണ്ട ഇടത്തേക്ക് നിങ്ങളെ അയക്കുന്നു. ഈ ദൈവ മക്കൾ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ എന്ന അർത്ഥം മാത്രമല്ല, ദൈവത്തിൻ്റെ അവകാശികൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ അവകാശികൾ, ദൈവ മക്കൾ. ഇപ്പം മക്കൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഒരു വീട്ടിൽ മക്കളുണ്ട്, അതിൻ്റെ അർത്ഥം എന്തുവാ? ആ വീടിൻ്റെ അനന്തരാവകാശികളാണവർ, ആ വീട്ടിലെ ഉടമസ്ഥരാണവർ, ആ വീട്ടിൻ്റെ അവകാശികളാണവർ. അപ്പം പ്രിയ മക്കൾ എന്ന് പറയുന്ന അർത്ഥം ഏറ്റവും പ്രിയപ്പെട്ട മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. അപ്പം അതേപോലെ അനുഗമിക്കണം. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ ദുർനടപ്പ്, അശുദ്ധി, അത്യാഗ്രഹം നിങ്ങളുടെ ഇടയിൽ പേർ പോലും വരുത്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിങ്ങൾ ഇതിനു വേണ്ടി ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഓൾറെഡി അവകാശികളാണ്. അങ്ങനെ നിങ്ങൾ ചീത്തച്ചൊല്ല്, പൊട്ടച്ചൊല്ല്, കളിവാക്കി, ഇങ്ങനെ ചേർച്ചയില്ലാത്തതൊന്നും വരെ. അതിൻ്റെ അർത്ഥം ദൈവ മക്കളെ പോലെ സംസാരിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. എപ്പോഴും സ്വോത്രവും പറഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട്. എനിക്കറിയാവുന്നൊരു സഹോദരനുണ്ട്, കടയിൽ പോയി, പലചരക്കടയിൽ പോയി സാധനം മേടിച്ചാലും കടക്കാരൻ ഒരു കിലോ അരി കൊടുത്താലും 1 കിലോ പഞ്ചസാര മേടിച്ചാലും സ്വോത്രം പറയും. കടക്കാരൻ വിശ്വാസമില്ല, പുള്ളിക്ക് ചിരി വരും. ആ കവലിരിക്കുന്ന ആൾക്കാർക്കെല്ലാം ചിരിയാ. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ അഭിമാനത്തോടെ എന്ത് ചെയ്യുന്നു? കടക്കാരന് സ്വോത്രം പറയുന്നു, പുള്ളി അരി മേടിക്കുന്നു, അരി മേടിക്കുമ്പോൾ സ്വോത്രം പറയുന്നു, പൈസ കൊടുക്കുമ്പോൾ സ്വോത്രം പറയുന്നു, മിച്ചം പൈസ തരുമ്പോൾ സ്വോത്രം പറയുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചിന്തയിൽ ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ്? ഒരു വിശ്വാസി ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ പെരുമാറുക. അപ്പം മറ്റുള്ളവർക്ക് ഇത് തമാശയാണ്. ഇതല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്.
നിങ്ങളുടെ വായിൽ നിന്ന് വരേണ്ടത് വിശ്വാസിയുടെയും മക്കളുടെയും അവകാശികളുടെയും ആ അറിവിൽ നിന്ന് വേണം സംസാരിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, വെളിച്ചത്തിൻ്റെ പ്രത്യേകത ഒന്നും മറവല്ല. അപ്പം ഒരു വ്യക്തി വിശ്വാസ ജീവിതത്തിലേക്ക് വരുമ്പം നിങ്ങൾ തിരിച്ചറിഞ്ഞോണം, എനിക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട്. ഈ അവകാശമുള്ളവൻ ഈ അവകാശങ്ങളെപ്പറ്റി പറയാതെ, ചിലപ്പോൾ നമ്മൾ പറയത്തില്ല, ഓ ഞാൻ കുറേ പ്രാർത്ഥിച്ച് വെറുതെ ഇതൊന്നും കിട്ടാൻ പോകുന്നു. ഇതാണ് പൊട്ടച്ചൊല്ല് കളിവാക്ക്. ഓ ദൈവത്തെ ഇത്രയും പേര് വിളിക്കുന്നത്, ഞങ്ങളൊക്കെ ചുമ്മാ പ്രാർത്ഥനയ്ക്ക് പോകുന്നതല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ദൈവമൊന്നും ഞങ്ങളെപ്പോലെയുള്ളവരെ സ്നേഹിക്കുന്നില്ല. നമ്മളെ ഒന്നും ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥനയൊന്നും ദൈവത്തിന് ഇഷ്ടമൊന്നുമില്ല. ഇതൊക്കെയാണ് പൊട്ടച്ചില്ല് കളിവാക്കെന്നൊക്കെ പറയുന്നത്. നിങ്ങൾ മക്കൾ എന്ന പദവിയിൽ നിന്നും ഒരു സാധാരണ മനുഷ്യനെ പോലെ സംസാരിക്കുന്നു. ആമേൻ. ലോകമെന്ന് എപ്പോഴും ഞാൻ പറയാം, ലോകമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളും ലോകത്തിൻ്റെ മക്കളുമാണ്. അപ്പം ലോകത്തിലെ ആൾക്കാർ എന്നാ പറഞ്ഞേക്കുന്നത്, എവിടെ ദൈവം, എന്താ ദൈവം, നിന്റെ ദൈവം എവിടെ? അവരെപ്പോഴും ദൈവത്തെ പരിഹസിക്കുകയും കുറ്റം പറയുകയും, കോവിഡ് വരുമ്പോഴും രോഗം വരുമ്പോഴും ഒക്കെ അവർ ദൈവം ഇല്ലെന്നും ദൈവത്തെ പരിഹസിക്കുമ്പോൾ നിങ്ങൾ അവകാശികളും മക്കളെ പോലെ സംസാരിക്കണം. അവകാശങ്ങളെപ്പറ്റി സംസാരിക്കണം. ചീത്തച്ചൊല്ല്, പൊട്ടച്ചൊല്ല്, കളിവാക്കുകൾ ഇങ്ങനെയൊന്നും നിങ്ങൾ പറയരുത്. സ്വോത്രമത്രേ വേണ്ടത്. അതിൻ്റെ അർത്ഥം കാണുമ്പോഴെല്ലാം സ്വോത്രം വരും. സ്വോത്രം എന്ന വാക്കിൻ്റെ അർത്ഥം, സ്വോത്രം എന്ന് പറഞ്ഞാൽ താങ്ക്സ് ഗീവിങ് എന്നതിൻ്റെ അർത്ഥം. സ്വോത്രം എന്ന വാക്കിൻ്റെ അർത്ഥം താങ്ക്സ് ഗീവിങ്, തന്നതിന് നന്ദി. ഒരു അപ്പൻ്റെ ഭവനത്തിൽ താമസിക്കുന്ന മക്കൾ പറയുക, അപ്പാ എനിക്ക് വീട് തരണേ, എനിക്ക് കാറ് തരണേ, ചോറ് തരണേ, കറി തരണേ എന്ന് പറയണ്ട. അവനെല്ലാം നന്ദിയോടെ ആ കുടുംബത്തിൽ ഏറ്റവും അനുഗ്രഹമായിട്ട് അവൻ ജീവിച്ചാൽ മതി. നന്ദിയോടെ ജീവിക്കുന്നതാണ് സ്വോത്രത്തോടെ എന്ന് വേണ്ടത്. അടുത്ത വാക്യത്തിൽ പറ, ദുർനടപ്പ്, അശുദ്ധി, വിഗ്രഹാരാധന, ദ്രവ്യാഗ്രഹം, ഇവർക്കും ആർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നാം അറിയുന്നില്ല. അപ്പോൾ ശ്രദ്ധിച്ചോണം, ആരാണ് ഈ പൊട്ടച്ചൊല്ല് കളിവാക്കെല്ലാം പറഞ്ഞ് ജീവിക്കുന്നത്? ഒന്ന് ദുർനടപ്പുകാരൻ, അശുദ്ധി, വിഗ്രഹാരാധന. എപ്പോഴും ഞാൻ പറയാറില്ല വിഗ്രഹാരാധന. നിങ്ങളുടെ മുമ്പിൽ യേശുവിൻ്റെ രൂപം വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് വിഗ്രഹം തന്നെയാണ്. എത്ര ന്യായീകരിച്ചാലും അത് വിഗ്രഹം തന്നെയാണ്. ക്രിസ്തു ദൈവത്തിൻ്റെ രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വൃദ്ധവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നത്. നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. ശ്രദ്ധിച്ചാൽ, നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. ശ്രദ്ധിച്ചാൽ, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. നിങ്ങൾ ഇതേപോലെ ലോകത്തിൽ ജീവിച്ചവരായിരുന്നു. അവരെപ്പറ്റി പറയുന്നത് ഇരുളായിരുന്നു. ഇപ്പോഴോ കർത്താവിൻ്റെ വെളിച്ചമാകുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? യെശയ്യാവ് 60 പറഞ്ഞു, എറൈസ് ആൻഡ് ഷൈൻ. ഇത് മറന്നു പോകല്ലേ, എണീറ്റ് പ്രകാശിക്കുക. അപ്പോൾ എവിടെ ഈ എണീക്കുക എന്ന് പറഞ്ഞാൽ എവിടെയാണ് നിങ്ങൾ കടന്നിരുന്നത്? മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. നിങ്ങൾ മുമ്പേ എന്ത് ചെയ്യായിരുന്നു? വിഗ്രഹാരാധികളും ദ്രവ്യാഗ്രഹികളും ദൈവത്തിൻ്റെ രാജ്യത്തിൽ വിരോധമായി പ്രവർത്തിക്കുന്നവരുമൊക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പോഴോ കർത്താവിൻ്റെ വെളിച്ചമാകുന്നു. അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, കർത്താവിന് പ്രസാദമായിരുന്നെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ ഇഷ്ടം തിരിച്ചറിയണം. എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ തകർച്ചയല്ല. അതുകൊണ്ടാണ് ഞാൻ പറയാം, മറ്റുള്ളവരെ കുറ്റം വിധിക്കാനും മറ്റുള്ളവൻ്റെ കുറവ് പറയാനും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ആരുടെയിലും ഒക്കെ കുറ്റം ദേവദാസം പറയും, ഒരു കമൻറ്റ് ചെയ്യാനൊക്കെ പോകുമ്പം നിങ്ങൾ അവരെ വിമർശിക്കാനും ചാടി മറിഞ്ഞ് ചെല്ലുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ എന്ന പദവിയിൽ നിന്നും മുടിയൻ പുത്രൻ്റെ അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇല്ല, കർത്താവിന് പ്രസാദമായത് പരിശോധിച്ചുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമുള്ളതിനെ കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി തന്നെയാണ്, തലവേദനയാകാൻ വേണ്ടിയല്ല. വെളിച്ചത്തിലുള്ളവരായി നടക്കണം. ഇതെൻ്റെ ഡ്യൂട്ടിയാകട്ടോ. ഈ ദിവസങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ വെളിച്ചത്തിലുള്ളവരാണെങ്കിൽ അന്വേഷിക്കണം, ഈ പ്രയാസം എങ്ങനെയാണ് എൻ്റെ ദൈവം കൈകാര്യം ചെയ്യുന്നത്, അതിന് പരിഹാരമുണ്ടോ അന്വേഷിക്കണം. അന്വേഷിച്ച് ബൈബിളിൽ നിന്ന് കണ്ടെത്തിയിട്ട് അത് സംസാരിക്കണം. അല്ലാതെ പൊട്ടച്ചൊല്ലും കളിവാക്കും അല്ല പറയുന്നത്, ഓ ഇതൊന്നും നേരെയാകാൻ പോകുന്നൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് ലോകത്തിലെ മനുഷ്യനും പറയുന്നത്. ലോകത്തിൻ്റെ മനുഷ്യൻ പറയുന്നത് ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല, ഇതൊന്നും നേരെയാകാൻ പോകും, എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. ഇതൊക്കെ തന്നെ എല്ലാവരും പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്യണം? വെളിച്ചത്തിലുള്ളവനെ പോലെ സംസാരിക്കണം. എന്നിട്ട് ആ താഴത്തെ വാക്യത്തിലേക്ക് ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. നമ്മൾ കുറച്ചു മുമ്പ് വായിച്ചതുപോലെ, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരിൽ നിന്നും പ്രകാശിക്കുക, എന്നാൽ ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ പ്രകാശം വന്നവരാണ് നിങ്ങൾ.
എന്നിട്ട് ക്രിസ്തുവിൻ്റെ പ്രകാശം വന്ന നിങ്ങൾ ആ ക്രിസ്തുവിലുള്ളവരെ പോലെ നടക്കുമ്പോൾ, ഞാൻ പറഞ്ഞു വിശ്വാസ ജീവിതത്തിൻ്റെ അകത്തെ ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. നമ്മൾ ക്രിസ്തുവിലുള്ളവനെ പോലെ നടക്കണം, ഇല്ലാത്തവനെ പോലെ അല്ല നടക്കേണ്ടത്, ക്രിസ്തുവിലുള്ളവനെ പോലെ. എനിക്കൊരു ദൈവമുണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ ഇട്ടേച്ച് ഓടുന്ന യൂതയെ പോലെ ഉള്ളതല്ല എൻ്റെ ദൈവം. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ കളഞ്ഞിട്ട് പോകുന്ന പിശാചിനെ പോലെ അല്ല എൻ്റെ ദൈവം. എൻ്റെ ദൈവം ആരെല്ലാം കൈവിട്ടാലും കൈവിടാത്ത ദൈവമാണ്. അപ്പം നമുക്ക് വെളിച്ചത്തിൽ ഒരു അറിവുണ്ടായിരിക്കും. ഇരുട്ടിൽ നിൽക്കുന്ന ഒന്നും വ്യക്തമല്ല. അതുകൊണ്ടാണ് പലരും പറയത്തില്ല, ബ്രദറെ എനിക്കറിയത്തില്ല ബ്രദറെ 2025 എൻ്റെ ജീവിതം എന്താകുന്നു. അതിൻ്റെ അടുത്ത് നിങ്ങൾ ഇരുട്ടത്ത് നിൽക്കുക. വെളിച്ചത്തിൽ നിൽക്കുന്നവൻ പറയണം, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കത്തുള്ളൂ, എൻ്റെ ദൈവത്താൽ ഞാൻ അത്ഭുതം കാണും. 2021 തുടക്കത്തിൽ 25 തുടക്കത്തിൽ നമുക്ക് കിട്ടൂ എണീറ്റ് പ്രകാശിക്കുക. ഈ വചനമൊക്കെ മറന്നങ്ങ് പോയി. 2025 പകുതിയായി, മുക്കാലുമായി. ഇപ്പോഴും ഏത് വാക്യം നേരത്തെ ഇരുട്ടത്തിൽ നിൽക്കുക. ഞാൻ ഗതി പിടിക്കുക ബ്രദറെ, ഞാൻ രക്ഷയോടെ. പലരും ചോദിക്കണം, ബ്രദറെ ഞാൻ എൻ്റെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാകുമോ? എന്തുകൊണ്ടത് ചോദിക്കുന്നറിയാവോ? നിങ്ങൾക്ക് ദൈവം ഉണ്ടെന്ന് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. സാഹചര്യങ്ങളെ നോക്കിയാൽ നമുക്ക് ദൈവത്തെ വിളിക്കാൻ പറ്റത്തില്ല പ്രിയരെ. നിങ്ങളുടെ സാഹചര്യം നോക്കിയാൽ നിങ്ങൾക്ക് ഒരിക്കലും പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. സാഹചര്യം നോക്കിയാൽ ഒരു രക്ഷയില്ല. നിങ്ങൾ സാഹചര്യം നോക്കരുത്, ദൈവത്തെ നോക്കുക. അവിടുന്ന് വരും പ്രതീക്ഷിക്കുന്നതിനപ്പുറമായ കാര്യങ്ങൾ. ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ 2012 മുതൽ കൃപയാൽ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗം ഇന്ന് 2025 പല ആളുകളെ എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ കയറിപ്പോന്ന് കണ്ടിട്ടുണ്ട്. പലരും പ്രതിസന്ധിയിൽ മരണത്തിൻ്റെ വക്കോളം പോയാൽ ഇനി ഒരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞു വരുന്നവരുണ്ട്. പിന്നീട് അവരുടെ ജീവിതത്തിൽ ഒരു വഴി, ഒരു സാധ്യതകൾ ഇല്ലാഞ്ഞിട്ട് പോലും ദൈവത്തിൻ്റെ വഴികൾ അവരുടെ ജീവിതത്തിൽ ദൈവം തുറക്കുന്നത് എൻ്റെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രതീക്ഷ എന്താ? വെളിച്ചത്തിലെ അവകാശങ്ങൾ അറിയണം. വെളിച്ചത്തിന് മാത്രമേ മറഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയത്തുള്ളൂ. ബൈബിൾ വായിക്കണം, നിങ്ങളുടെ അവകാശങ്ങൾ എന്തെന്ന് തിരിച്ചറിയണം. എന്നിട്ട് നിങ്ങൾ ഉണർന്ന് എന്ത് ചെയ്യണം? പ്രതികരിക്കണം. ഞാൻ പറഞ്ഞില്ല, കിടക്കുന്ന ആൾക്കാരുണ്ട്, എപ്പോഴും ഈ കട്ടിലേ ഇങ്ങനെ കിടക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങോട്ട് എണീറ്റ് വാന്ന് പറഞ്ഞാൽ മടിയ അവർക്ക്. എന്നാൽ എണീറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നവരുടെ പ്രത്യേകത അവരലസന്മാരല്ല, അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ റെഡിയായിട്ടുള്ളവർ. അപ്പോൾ തിരിച്ചറിയണം, എൻ്റെ മേൽ ദൈവത്തിൻ്റെ അവകാശത്തിലാണ് ഞാൻ. വെളിച്ചത്തിന് അവകാശമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ വാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറഞ്ഞൊരു വാക്യം നിങ്ങൾ ഓർക്കുന്നില്ലേ? അവൻ വിളക്ക് കത്തിച്ചിട്ട് ആരും പറയിൻ കീഴിൽ വെക്കാറില്ല, തണ്ടിന്മേൽ അത്രേ വെക്കുന്നത്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം. അപ്പോൾ പ്രകാശിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അപ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെങ്കിൽ നിങ്ങൾക്കിനി മറഞ്ഞിരിക്കാൻ കഴിയത്തില്ല. എൻ്റെ അർത്ഥം, നിങ്ങൾക്കിനി ബന്ധനത്തിലോ പോരാട്ടത്തിലോ പ്രശ്നത്തിലോ നിൽക്കാൻ കഴിയത്തില്ല. നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പുറത്തു വന്നേ പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങൾ തിരിച്ചറിയണം, ഞാൻ ഇരുട്ടിലല്ല വെളിച്ചത്തിലാണ്. ഞാൻ ഇരുട്ടിലല്ല വെളിച്ചത്തിലാണ്. ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയത്തില്ല അതങ്ങനെ ആണെന്ന് പറയത്തില്ലേ? അങ്ങനെ ഒരു ഉദാഹരണം പറയും. ഇപ്പോൾ ചില കാര്യം നമ്മൾ മേടിച്ചിട്ട് പറഞ്ഞു, അയ്യോ ഇതിപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു സോപ്പ് പൊടി മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാനത് വസ്ത്രത്തിൻ്റെ അകത്തോട്ട് അലക്കാൻ വേണ്ടി ഇട്ട് കഴിഞ്ഞാൽ അത് പതഞ്ഞ് പൊങ്ങി വരും. അതങ്ങനെ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്, അതിനുവേണ്ടി തന്നെയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. മലമേലിരിക്കുന്ന പട്ടണത്തിന് മറഞ്ഞിരിക്കാൻ കഴിയത്തില്ല. യേശുവിലുള്ളവൻ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യണം. യേശുവിൽ വിശ്വസിക്കുന്നവൻ അത്ഭുതം കാണുക തന്നെ ചെയ്യണം. യേശുവിലിരിക്കുന്ന അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? പൊട്ടച്ചൊല്ല് പറയരുത്. ഓ ബ്രദർ, ഇതൊക്കെ ചുമ്മാ കേൾക്കാൻ നല്ല രസം, ഇതാ പൊട്ടച്ചൊല്ല്. ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ട് പൊട്ടച്ചൊല്ലെന്ന് പറഞ്ഞാൽ കളിയാക്കുന്ന വാക്കുകൾ, പരിഹസിക്കുന്ന വാക്കുകൾ. അബ്രഹാം എടുക്ക വന്നിട്ട് ദൈവം പറഞ്ഞു ഞങ്ങൾക്കൊരു മകനെ തരും എന്ന് പറയുമ്പോൾ സാറാമ്മച്ചി ചിരിച്ചു. 100 വയസ്സുള്ള ഈ മനുഷ്യനെ കുഞ്ഞ് ജനിക്കുമോ, 90 വയസ്സുള്ള എൻ്റെ ഭാര്യ പ്രസവിക്കുമോ എന്ന് അബ്രഹാം പറഞ്ഞു. കവന്ന് വീണ് ചിരിച്ചു എന്ന് പറഞ്ഞു. സാറ ചിരിച്ചു. ദൈവത്തിന് വിരോധമായി നിങ്ങൾ സംസാരിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ ഇതാ പൊട്ടച്ചൊല്ല്. ഇതാണ് പൊട്ടച്ചൊല്ല് കളിവാക്കുകൾ. അല്ലാതെ ഒരു സുഹൃത്ത് ഒരു തമാശ പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയി ചിരിച്ചിട്ട് അയ്യോ ഞാൻ പൊട്ടച്ചൊല്ല് കളിവാക്ക് പറഞ്ഞെന്നുള്ളതല്ല. എന്നാൽ ആവശ്യമില്ലാത്ത ചീത്തവാക്കുകൾ പറയാൻ അതല്ല ഇവിടെ വെച്ച്, എന്നാൽ അത് പറയരുത്. അപ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞോണം, ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായത് സംസാരിക്കാതെ വെളിച്ചത്തിൻ്റെ അവകാശങ്ങളെ അതിന് നിങ്ങൾ എണീറ്റൊന്ന് പ്രകാശിക്കണം. അതിന് നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ മേൽ ഉദിക്കുന്ന പ്രകാശത്തെ കാണുവാൻ കഴിയും. ആരാധന യേശുവേ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. എറൈസ് ആൻഡ് ഷൈൻ നമ്മുടെ ഈ വർഷത്തെ വചനമാണ്. ഉണർന്ന് പ്രകാശിക്കുക,
ഉണർന്ന് പ്രകാശിക്കുക. ക്രിസ്തു നിങ്ങളുടെ മേൽ ഉദിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് ക്രിസ്തു ഉദിച്ചവരായ നിങ്ങൾ ക്രിസ്തുവിലുള്ള നിങ്ങൾ അതൊന്ന് തെളിയിച്ച്, കർത്താവിലുള്ള ഞാൻ ഇനി തകർന്നു പോകുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല, ക്രിസ്തുവിലുള്ള ഞാൻ തകരുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല, യേശുവിൽ വിശ്വസിക്കുന്ന ഞാൻ തകർന്നു പോകുകയില്ല എന്ന് നിങ്ങളെ തന്നെ ഒന്ന് എണ്ണണം. നിങ്ങളെ തന്നെ എണ്ണണം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നപ്പ, അങ്ങയുടെ മാറ്റമില്ലാത്ത ആ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നപ്പ, യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് കർത്താവെ ഞാൻ തകർന്നു പോകുകയില്ല, ഞാൻ നശിച്ചു പോകത്തില്ല. എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് കർത്താവെ, ഇതെൻ്റെ സമയമാണ്, ഇതെൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയമാണ്, ഞാൻ വിശ്വസിക്കുന്നപ്പ. പരിശുദ്ധാത്മാവെ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഞാൻ ഒരു നാളും തകർന്നു പോകത്തില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് സ്വന്തമായിട്ടൊന്ന് ക്ലെയിം ചെയ്ത്, ഇത് കർത്താവിലുള്ള എൻ്റെ സമയമാണ്, ഇത് ഞാൻ നശിക്കത്തില്ല. ഈ വർഷം എറൈസ് ആൻഡ് ഷൈൻ, ഇന്ന് പ്രകാശിക്കുന്ന വർഷമാണ്. നിങ്ങളുടെ പ്രകാശം അനേകർക്ക് കാണത്തക്കവണ്ണം ദൈവം നിങ്ങളെ പ്രകാശിക്കുവാൻ വേണ്ടി പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ഇവിടെ കർത്താവ് ഒരു രമ എന്ന് പേര് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ പറയുകയാണ്. ഈ രമ എന്ന് പേര് പറയുന്ന വ്യക്തിയുടെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ തലമുറകളുടെ മേൽ, ഞാനിങ്ങനെ ഒരു വാക്ക് കേൾക്കുകയാണ്, തലമുറകളുടെ മേൽ ഇന്ന് അവകാശം പറഞ്ഞ് നിൽക്കുന്ന സകല പ്രവൃത്തികളും ആ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറുകയാണ്. രമയുടെ ഭവനത്തെ ദൈവം തൊടുന്നു. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ, ഉയരമുള്ള ഒരു ചെറുപ്പക്കാരനെ ഞാൻ ആ ഭവനത്തിൽ കാണുവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കയറി ചെല്ലുമ്പോൾ തന്നെ ഉയരമുള്ളൊരു ചെറുപ്പക്കാരനെ ഞാൻ കാണുകയാണ്. ആ ചെല്ലുന്ന വഴിയിൽ തന്നെ, കയറി വരുന്ന മുറിയിൽ തന്നെ ഇടതുവശത്തായിട്ടൊരു മുറിയിൽ ഉയരമുള്ളൊരു ചെറുപ്പക്കാരൻ നിൽക്കുന്നൊരു കാഴ്ച ഭവനത്തിൽ ഞാൻ കാണുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് ആ ഭവനത്തെ തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവിൻ്റെ അത്ഭുതകരം ഇന്ന് ആ ഭവനത്തെ തൊടുന്നല്ലോ. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആരാന്ന് വെച്ചാൽ ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിൻ്റെ നാമത്തിൽ വ്യക്തമായി നിങ്ങൾ ശ്രദ്ധിച്ചോണം, അടയാളം ശ്രദ്ധിച്ചോണം. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ വലിയ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പാ, യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്ന. പറഞ്ഞു ബ്രദർ, അതിന്റെ ചേച്ചിയാണ്. ചേച്ചിയുടെ മോന് നല്ല പൊക്കമുള്ളതാണ്. ഈ പറഞ്ഞ അടയാളങ്ങൾ, ആ വീടിൻ്റെ അടയാളങ്ങളെല്ലാം കേട്ടായിരുന്നോ? കേട്ട്. എന്റെ ചേച്ചിയാണ് രമയുടെ മോന് നല്ല പൊക്കമുള്ളൊരു മോനാണ്, മൂത്ത മോൻ. ഏറ്റെടുത്ത് സിസ്റ്റർ, ഇന്ന് കർത്താവ് ഇന്ന് ആ കുടുംബത്തോട് പറയണം, ദൈവം ആ മകനെ തൊടാൻ വേണ്ടി പോകണം. കർത്താവ് ഒരു വാക്ക് പറയണം, കുടുംബത്തിൽ നിന്ന് അനർത്ഥം വിട്ടൊഴി. പ്രത്യേകിച്ച് ആ അവന് വേണ്ടി കർത്താവിൻ്റെ പറയണം ദീർഘായുസ് കൊണ്ട്. അതിൻ്റെ അർത്ഥം അവൻ്റെ മുമ്പിൽ ഒരു അനർത്ഥത്തെ ഒരുക്കി വെച്ചേക്കുന്ന, വലിയൊരു അപകടം മുമ്പിൽ ഒരുക്കി വെച്ച് അവൻ്റെ ആയുസ് തന്നെ കളയാൻ നോക്കുന്നതിനെ പിശാചിന്ന് എടുത്തു മാറ്റിയിട്ട്, പിശാചല്ല കർത്താവ് ഇന്ന് എടുത്തു മാറ്റുന്ന പിശാചിൻ്റെ പദ്ധതികളെ ഇന്ന് ദൈവം അവിടെ അത്ഭുതം ചെയ്യുവാൻ പോകുമെന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ ഇപ്പോൾ ആ കുടുംബത്തിനുണ്ട്, മറ്റാരും അത് ഏറ്റെടുക്കേണ്ട. ഇന്ന് ആ സിസ്റ്റർ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ആത്മാവിൽ ആ കുടുംബത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഇടപെടുന്നത്. ആ പൊക്കമുള്ള, ഞാൻ അതുകൊണ്ട് എടുത്തെടുത്ത് ഞാൻ പറഞ്ഞത്, ഉയരമുള്ളൊരു ചെറുപ്പക്കാരനാണ് ഞാൻ കാണുന്നത്. ഇടതുവശത്തെ മുറിയിലാണ് അവൻ താമസിക്കുന്നത്. ഇന്ന് കർത്താവ് അവനെ സ്പർശിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് അവിടെ വെളിപ്പെടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ മഹത്വം എന്നവിടെ വെളിപ്പെടുന്നല്ലോ, വലിയ മഹത്വം എന്നവിടെ വെളിപ്പെടുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ വലിയ പ്രവൃത്തികളാൽ കർത്താവ് അങ്ങ് നിറയ്ക്കുന്നല്ലോ, വൻ കാര്യങ്ങളെ കർത്താവ് അവിടെ ചെയ്യുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ എല്ലാവരും പ്രാർത്ഥിച്ചു. ഇന്ന് കർത്താവ് ഈ ആലോചനയിൽ വിശ്വസ്തനായവന് എല്ലാവരും എൻ്റെ കൂടെ പ്രാർത്ഥിച്ചു. ഇന്ന് പുതുവഴികൾ, ജോലി മേഖലകളിൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച, യേശുവിൻ്റെ നാമത്തിൽ തമ്പുരാൻ്റെ വാതിൽ തുറക്കുകയാണ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ശ്രീരാജ് എന്ന് പറയുന്ന ഒരു മകനുമായി ബന്ധപ്പെട്ട്, ശ്രീരാജ് എന്ന് പറയുന്ന ഒരു മകൻ്റെ പേര് കർത്താവ് എന്നെ വെളിപ്പെടുത്തുവാണ്. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം കാണുന്നത് ഒരു നോട്ടീസ് അവൻ കൈപ്പറ്റുന്നതും അത് സന്തോഷിക്കുന്നതുമായിട്ടൊരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ഒരു നോട്ടീസ് കൈപ്പറ്റി അത് നിമിത്തം അവൻ സന്തോഷിക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ വലിയ പ്രവൃത്തി ഇന്ന് കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കുന്നല്ലോ, യേശുവിൻ്റെ നാമത്തിൽ. അതോടൊപ്പം തന്നെ വീടിൻ്റെ പുറകുവശത്തായിട്ട് ഈ കപ്പ നട്ടിരിക്കുന്ന
ഈ കപ്പ അറിയാമല്ലോ, തോട്ടം പോലെ, വലിയ തോട്ടമായിട്ടൊന്നുമല്ല, എന്നാൽ കപ്പ തൊട്ട് പുറകിലായിട്ട്, അതായത് വീടിൻ്റെ പുറകു വശത്തായിട്ടൊരു ഹൈറ്റിലാണ് ഇത് നട്ടിരിക്കുന്നത്. കപ്പ നട്ടിരിക്കുന്ന ഒരു വീട് ഞാൻ കാണുന്നു. ആ വീടിൻ്റെ അകത്ത് ഞാൻ ഈ മേരി എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ആ കുടുംബത്തിന്, പക്ഷേ മേരിയെ ഞാൻ കാണുന്നില്ല പ്രാർത്ഥിക്കുമ്പോൾ, അല്ല മേരി എന്നുള്ള പേര് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് കർത്താവ് എന്നോട് പറയുന്നു, ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടിട്ട് ഇങ്ങനൊരു വാക്ക് ദൈവം പറയുകയാണ്, അടഞ്ഞ വഴികൾ ദൈവം തുറക്കാൻ വേണ്ടി പോവുക. അടഞ്ഞ വഴികളെ ദൈവം തുറക്കാൻ വേണ്ടി പോവാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഈ കാണുന്നത് ഈ വാട്ടർ ടാങ്ക് ഈ സൈഡിലായിട്ട് കൊണ്ട് വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയും കൂടെ ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ കാണുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന ആ കുടുംബം ഏറ്റെടുത്തോണം. ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ എന്നൊരു വാക്ക് ദൈവം പറയുകയാണ്, നഷ്ടങ്ങളെ ദൈവം ലാഭമാക്കാൻ വേണ്ടി പോവാണ്. നഷ്ടപ്പെട്ടതിനെ ഓർത്തിനി നിങ്ങൾ കണ്ണുനീർ വാർക്കണ്ട, ദൈവം അതിൻ്റെ മേൽ പ്രവർത്തിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ കർത്താവെ അങ്ങ് തന്ന അധികാരത്തിൻ്റെ മേൽ പ്രാർത്ഥിക്കുന്നു. വഴി തുറക്കുന്ന ഒരു ദൈവമാണല്ലോ. അപ്പം ഞങ്ങളുടെ ദൈവം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു 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 പേപ്പറിൽ ഇങ്ങനെ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഈ രാഘവൻ എന്ന് പറയുന്ന ഒരു പേരുമായിട്ട് ബന്ധപ്പെട്ട്, രാഘവൻ എന്ന് പറയുന്ന ഒരു പേരുമായിട്ട് ഒരു എഴുത്താണ് ഞാൻ കാണുന്നത്. എഴുത്തെന്ന് പറഞ്ഞാൽ ഒരു അപേക്ഷ പോലത്തെ ഉള്ളൊരു എഴുത്താണ് കാണുന്നത്. അതിൻ്റെ നിമിത്തം കുറേ ഓടിയതാണ് ആ കുടുംബം. ആ വ്യക്തിയുടെ പേര് അതൊരു അവസാനം വരുന്നൊരു പേരായിട്ടാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളാണ്, ആ പേരിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളാണ് പലപ്പോഴും അതുമായിട്ട് ഓടുകയും തളരുകയും ചെയ്തിരിക്കുന്നത്. ആ വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നു. എന്നോട് കർത്താവ് ഒരു വാക്ക് പറയുകയാണ്, ആ സമയത്ത് അലയുമ്പോൾ ദൈവത്തോട് പലവട്ടം പ്രാർത്ഥിച്ചു പറഞ്ഞു, കർത്താവ് ഇതിനൊരു അവസാനം വേണമെന്ന് പലപ്പോഴും പറഞ്ഞതാണ്. എന്നാൽ കർത്താവ് ഇന്ന് ആ വിഷയത്തിൻ്റെ മേൽ പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നപ്പോൾ ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കർത്താവ് ചെയ്യുന്നല്ലോ. ഇപ്പോൾ തന്നെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ പറയാൻ വേണ്ടിയാണ് മേരി എന്ന് പറഞ്ഞ വീട് എന്റെ വീടാണ്. എന്റെ പേരാ മേരിന്ന്. പിന്നെ കപ്പ പുറകില് നട്ടിട്ടുണ്ട്. പുറകില് നട്ടിട്ടുണ്ട്. അത് മുറ്റത്താ നട്ടിരിക്കണ. വാട്ടർ ടാങ്ക് ഉണ്ട്. ഈ പറഞ്ഞ അടയാളമെല്ലാം സിസ്റ്റർ കേട്ടായിരുന്നു. വാട്ടർ ടാങ്ക് വെച്ചേക്കണത് ചിമ്മിനിയുടെ മുകളിൽ വെച്ചേക്കണ. ഈ പറഞ്ഞ അടയാളമെല്ലാം സിസ്റ്റർ കേട്ടായിരുന്നു. സിസ്റ്റർ ഏറ്റെടുത്തോണം. ഈ കാര്യം വല്ല എന്നോട് പറഞ്ഞിട്ടുണ്ടോ? അല്ല സിസ്റ്റർ, ഈ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. ഈ പറഞ്ഞ വീടിന്റെ അടയാളങ്ങൾ വല്ലോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസ്റ്റർ? സിസ്റ്റർ കേൾക്കുന്നുണ്ട്? ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഒരു നിമിഷം യേശുവിൻ്റെ നാമത്തിൽ ഇത് ഏറ്റെടുത്തോണം. കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, കർത്താവെ അങ്ങയുടെ വലിയ പ്രവൃത്തിയെ എൻ്റെ ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ടല്ലോ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ച, കർത്താവെ ഇന്ന് ഞാൻ അങ്ങയുടെ പ്രവൃത്തി കാണും. ഇന്ന് ഞാൻ അങ്ങയുടെ പ്രവൃത്തിയെ കാണുവാനും അനുഭവിക്കുവാനും പരിശുദ്ധാത്മാവ് ഇടയാക്കും. ദൈവത്തിൻ്റെ വലിയ മഹത്വം ഇന്ന് എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ കർത്താവ് എന്നെ സഹായിക്കുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ ഇന്ന് ദൈവപ്രവൃത്തി ഈ സമയത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർ, രോഗത്താൽ ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച്, ആ കൈയോടെ വെച്ച് ഈ കൈ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ തന്നെ, നാളെയല്ല ഇപ്പോൾ തന്നെ ആ വേദനകൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറുകയാണ്. മാരക രോഗങ്ങൾ, വർഷങ്ങൾ പഴക്കമുള്ള രോഗങ്ങൾ, രോഗക്കിടക്കിൽ കിടക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഏത് അവയവമാണ് ഫെയിലായി കിടക്കുന്നത്, കിഡ്നിയോ ഹാർട്ടോ എന്തോ ആയിക്കോട്ടെ, ഈ നിമിഷം ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. ഈ നിമിഷം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒന്നൊന്ന് എൻ്റെ കൂടെ ഇന്നെന്ന് പറഞ്ഞാൽ മതി. യേശുവിൻ്റെ മുറിവ് എൻ്റെ ആരോഗ്യമാണ്. യേശു മുറിവേറ്റതുകൊണ്ട് എനിക്ക് ആരോഗ്യം വന്നിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യം വന്നിരിക്കുന്നു. ഇതെൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്. ഇതെൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്. ഇപ്പം തന്നെ ആ രോഗത്താൽ ഭാരപ്പെടുന്നവർ കൈയോടെ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കാണുക, ഇന്ന് ശരീരത്തിൻ്റെ മേലേക്ക് സൗഖ്യത്തിൻ്റെ ശക്തി ഇറങ്ങുകയാണ്. യേശുവിൻ്റെ തടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് പോലെ, നീര് പോലെയുള്ള ശരീരത്തിൽ ചില ഭാഗങ്ങളിൽ നീര് പോലെ ഇങ്ങനെ തടിച്ച് കിടക്കുക, അതൊക്കെ ഈ നിമിഷം ഇൻസ്റ്റൻ്റ്ലി വറ്റിപ്പോവുക. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. അപ്പോൾ വേദനകൾ വിട്ടുമാറുക. കൈയോടെ വെച്ച്
ആലോചിച്ച് നിൽക്കേണ്ട, കൈയോടെ വെച്ചോ. രോഗങ്ങൾ നിങ്ങളുടെ മേൽ സൗഖ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്ഭുത സൗഖ്യങ്ങൾ സംഭവിക്കുന്ന അത്ഭുത സൗഖ്യങ്ങൾ കർത്താവ് ഇന്ന് നിങ്ങളുടെ മേൽ ചെയ്യുകയാണ്. ഓ ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു അജേഷിൻ്റെയും അനീഷിൻ്റെയും ഭവനത്തെ കർത്താവ് തൊടുന്നായിട്ട് പറഞ്ഞു. അജേഷിനെയും അനീഷിനെയും 2 വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് ആ കുടുംബത്തെ കർത്താവ് സ്പർശിക്കുന്നതായിട്ടുണ്ട് പറയുന്നു. അജേഷിനെയും അനീഷിനെയും 2 പേരെയും കർത്താവ് തൊടുന്നായിട്ട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവെ, ആ കുടുംബങ്ങളുടെ മേലിൽ നിന്നും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കർത്താവ് ഇന്ന് ചെയ്യുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവെ, അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടുന്നല്ലോ. എല്ലാ തടസ്സങ്ങളും ആ കുടുംബത്തിൽ നിന്ന് നീങ്ങിപ്പോട്ടെ. കർത്താവെ, ഇന്ന് അവകാശം പറഞ്ഞു നിൽക്കുന്ന ഒരു പിശാചിനും ഞങ്ങളുടെ മേൽ ഇന്ന് തൊടാൻ കഴിയത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ അവകാശിയാണ്, ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ അവകാശിയാണ്. ഇപ്പോൾ ആ കുടുംബത്തെ ബ്ലസ് ചെയ്യുന്നു. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആരാണതുമായിട്ട് ബന്ധപ്പെട്ടത് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചാട്ടെ. അത്ഭുതകരമായ ദൈവം പറഞ്ഞു. ബ്രദറെ, എൻ്റെ പേര് അനീഷ് എന്നാണ്. അജേഷ്, ഞാൻ ഏറ്റെടുക്കുന്നു. അനീഷ് ഏറ്റെടുത്ത ബ്രദറെ. കർത്താവ് പിന്നെ ഇതിന് തൊട്ട് മുമ്പ് ബ്രദർ പറഞ്ഞ മേരി എന്ന് പറഞ്ഞ വീട്, അത് ഞാൻ ഏറ്റെടുക്കുകയാണ്. മേരി എന്ന് എന്റെ വൈഫിന്റെ മാമോദിസ പേരാണ്. മേരി ആ വീട്ടിലില്ല. മേരി ഞാനും UK-ലാണ്. ഞങ്ങളുടെ 3 മാസമായിട്ടേ ഉള്ളൂ കല്യാണം കഴിഞ്ഞ്. കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. എന്റെ വീടിന്റെ പുറകു സൈഡില് ഒരു ചെറിയൊരു മൺകൂനയുടെ മുകളിൽ 2-3 കപ്പ നട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ അടയാളം എല്ലാം കേട്ടായിരുന്നു. എല്ലാം ഉണ്ട്. ആ വാട്ടർ ടാങ്ക് പണ്ട് ഒരു ഫോട്ടോ എടുക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു 5-6 മാസത്തേക്ക് ഒരു വാട്ടർ ടാങ്ക് സൈഡിൽ വെച്ചിരുന്നു വീടിന്റെ. ഇപ്പൊ അത് കല്യാണത്തിനോട് സമയത്ത് എടുത്തു മാറ്റി. ഞാൻ ഈ പറഞ്ഞ വെച്ചാൽ അടയാളം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആ അടയാളങ്ങൾ ഞാൻ പറഞ്ഞില്ല, പലപ്പോഴും ഞാൻ നിങ്ങളുടെ വീടുകളിൽ വന്നിട്ടില്ല. പക്ഷേ ഈ സമയത്ത് പരിശുദ്ധാത്മാവ് എന്തിനാണ് ഈ അടയാളങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്ന ഈ വാട്ടർ ടാങ്കും കപ്പയും എല്ലാം കാണിക്കുന്നതിൻ്റെ കാര്യം വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ വീട് എങ്ങനെ ഇരിക്കുന്നു, നിങ്ങളെയാണ് ദൈവം കാണിക്കുന്നത്, തൊടുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം വെളിപ്പെടുന്നത്. പൗലോസിൻ്റെ വാക്യമുണ്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ. ഇന്ന് ആ ഒരു ശതാധിപന് വെളിപ്പെടുത്തി കൊടുത്തു. ഈ തോൽക്കൊല്ലക്കാരനായ ശീമോൻ്റെ ഭവനത്തിൽ പത്രോസ് എന്ന് മറുപേരുള്ളൊരു ശീമോനുണ്ടെന്ന് ദൂതൻ എന്ത് ചെയ്തു? ശതാധിപന് വെളിപ്പെടുത്തി കൊടുത്തു. വേണമെങ്കിൽ എന്ത് ചെയ്യാറ്, നീ എവിടെയെങ്കിലും പോയി തപ്പി പിടിച്ചോ. പത്രോസിനെ തപ്പാൻ പറഞ്ഞു വിട്ടില്ല, കറക്റ്റ് പറഞ്ഞു കൊടുത്തു. തോൽക്കൊല്ലക്കാരനായ ശീമോൻ, കണ്ടോ അവൻ്റെ വിളിപ്പേര്, പത്രോസ് ലീഹായുടെ വിളിപ്പേര്, ഇതെല്ലാം പറഞ്ഞു കൊടുത്തു ദൂതന്മാർ. അപ്പോൾ അവിടെ ഒരു തെറ്റും വരത്തില്ല. കറക്റ്റ് അടയാളം, അവർക്കൊരു കൺഫ്യൂഷനും ഇല്ല. ആ ഒരു എന്താ പറയുന്നത്, ആ ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് പോയിട്ട് ഇനി പ്രത്യേകിച്ച് ഒരു കടക്കാരനും ഇവിടെ എങ്ങാനും ഒരു പത്രോസ് ഉണ്ടോ, ഇവിടെ എങ്ങാനും ശീമോനുണ്ടോ, ഒന്നും വേണ്ട, ഒരു കൺഫ്യൂഷനും വേണ്ട. ഒറ്റ ചോദ്യം, ഈ തോൽക്കൊല്ലക്കാരനായ ശീമോൻ്റെ വീട് ഏതാ? കണ്ടോ, എവിടുന്ന് കിട്ടിയ അഡ്രസ്സ് ദൂതൻ പറഞ്ഞു തന്നു. അവിടെ ഒരു പത്രോസ് ഉണ്ട്, ഒളിച്ചിരിക്കണ്ട, ശീമോനെന്ന് മറുപേരുള്ള പത്രോസ് അവിടെ ഉണ്ടെന്ന് വിവരം കിട്ടി. അപ്പോൾ ദൈവാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ, അത് ബ്രദർ പറഞ്ഞ പോലെ തന്നെ ഞാൻ എപ്പോഴും അതൊക്കെ നിങ്ങൾ കറക്റ്റ് അടയാളം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, നിങ്ങളിവിടെ ഒപ്പിക്കുകയൊന്നും വേണ്ട. അയ്യോ ബ്രദറെ ഏകദേശം ഒന്നും അല്ല, ഏകദേശം വേണ്ട. കറക്റ്റ് കാര്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്തുമ്പോൾ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. ബ്രദർ പറഞ്ഞ പോലെ ബ്രദർ അത് ഏറ്റെടുത്തോണം. ആരാന്ന് വെച്ചാൽ ഒരേ അടയാളം ഒരേപോലെ വരുന്നുണ്ടെങ്കിൽ ആ ആലോചന നിങ്ങൾക്കും വേണ്ടി ഉള്ളതാണ്, അത് ഏറ്റെടുത്തോണം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവേ, ഞാനിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പോൾ വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ എൻ്റെ കൂടെ ഇന്ന് രോഗികളാൽ ഭാരപ്പെടുന്നവർ കൈയോടെ വെച്ച്, നമുക്ക് രോഗിയായി ഇരിക്കുവാൻ അവകാശമില്ല, അറിയാവോ? ഇരുട്ടിലിരിക്കാനല്ല, സൗഖ്യത്തിൻ്റെ അകത്തിരിക്കാനാണ് പറയണം. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്ന ഞാൻ സൗഖ്യമായില്ലേ പിന്നെ ആരാ സൗഖ്യമാകാൻ വേണ്ടി? പിശാചാണ് സൗഖ്യമാകാൻ വേണ്ടി പോകണം, അല്ല, യേശുവിൽ വിശ്വസിക്കുന്നവനാ. നിങ്ങൾക്കാണ് ഇരുട്ടിൻ്റെ വെളിച്ചത്തിൻ്റെ അവകാശങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ ഇന്ന് ദൈവം ചെയ്യാൻ വേണ്ടി പോവുക. ഈ ഞാൻ കാണുന്നൊരു കാഴ്ച, ചില ഭവനങ്ങൾ അവകാശങ്ങളായി ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകും. ഇതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ആമേൻ പറഞ്ഞ് ഞാൻ ആ ദൂതെടുക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഭവനങ്ങൾ അവകാശമായി ഇന്ന് കർത്താവ് വെളിപ്പെടുത്താൻ വേണ്ടി പോകും. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഈ റെറ്റിൻ എന്ന് പറയുന്ന ഒരു പേര്, അതൊരു ഒഫീഷ്യൽ നെയിമാണോ വിളിപ്പേരാണെന്ന് എനിക്കറിയത്തില്ല, റെറ്റിൻ എന്ന് വിളിക്കുന്ന ഒരു പേര് കർത്താവ് എന്നെ കാണിക്കുക. റെറ്റിൻ, അങ്ങനെ ഒരു വ്യക്തിയെ, ഒരു മകനെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. റെറ്റിൻ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ റെറ്റിനെ ദൈവം റെറ്റിൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ പേര് ഞാൻ കാണുന്നത്. ആ ഒറ്റ വാക്യം ഞാൻ കാണുന്നുള്ളൂ. അത് വിളിപ്പേരാണോ ഒഫീഷ്യലാണോ എനിക്കറിയത്തില്ല. ആ മകനെ കർത്താവ് ഇന്ന് തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് ആ മകൻ്റെ ജീവിതത്തിലേക്ക് വെളിപ്പെടുന്നല്ലോ. അനർത്ഥം വിട്ടൊഴിയട്ടെ.
പറഞ്ഞു ഹലോ ബ്രദറെ, ഹലോ പറഞ്ഞു കേക്കണ്ടോ ബ്രദർ? പറഞ്ഞു സിസ്റ്ററെ. അജീഷ് എന്ന് പറഞ്ഞു എന്റെ മകനാണ്. സിസ്റ്ററെ, അജീഷും അനീഷും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു, അതാണ് കേൾക്കേണ്ടത്. ഞാൻ പറഞ്ഞത് അത് എനിക്ക് ഭവനമില്ലാത്ത കാരണം ഇപ്പൊ ഞാനൊരു ഹിന്ദുവിന് ഇങ്ങനെ വന്നതിന് ഞാൻ മാറി താമസിക്കേണ്ടി വന്നു. അവൻ ഞങ്ങളെയൊക്കെ ഇട്ടേച്ച് പോയി. അവൻ തിരുവനന്തപുരത്ത് മാറി താമസിക്കുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഒരു വാടക വീട്ടിൽ താമസിക്കുന്നു. പക്ഷെ എനിക്ക് ഭവനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കർത്താവിനോട് ഒത്തിരി കാര്യം ഞാൻ പ്രാർത്ഥിക്കണം, എനിക്കൊരു ഭവനം വേണം. കാരണം ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയി. ദൈവത്തെ അറിഞ്ഞാൽ ഞാൻ ഒറ്റപ്പെട്ടു പോയ ഒരമ്മയാണ് ഞാൻ. തീർച്ചയായിട്ടും വിശ്വത ഏറ്റെടുത്തണം കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് ഇവിടെ കേൾക്കുന്ന വചനം വിളിച്ചു വരുത്തിക്കണം. എൻ്റെ നന്മ എൻ്റെ അവകാശമാണ്, എൻ്റെ തലമുറ എൻ്റെ അവകാശമാണ്, എനിക്ക് അനുഗ്രഹം വേണം. എനിക്ക് യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക്, ഞാൻ പറഞ്ഞില്ല, നമ്മൾ അയ്യോ പാപങ്ങളല്ല, കർത്താവ് പറഞ്ഞതുപോലെ ബലാത്കാരികളാണ്, ദൈവത്തിൻ്റെ അവകാശികളാണ്. എൻ്റെ അവകാശങ്ങളെ പിടിച്ചെടുക്കുന്ന ദൈവമക്കളാണ് നിങ്ങളെല്ലാവരും. തിരിച്ചറിഞ്ഞോണം. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ രോഗത്താൽ ഭാരപ്പെടുന്നൊരു കൈ അവിടെ വെച്ച്, ഇതിന് ശേഷം ഒരു പ്രത്യേകം പ്രാർത്ഥനയില്ല. നിങ്ങൾ ഏത് പ്രതിസന്ധിയാണെങ്കിലും കർത്താവ് ഇന്ന് ആ വിഷയത്തിൻ്റെ മേൽ അത്ഭുതകരമായ പ്രവൃത്തികളെ കർത്താവ് ഇന്ന് ചെയ്യുവാൻ വേണ്ടി പോവാണ് യേശുവിൻ്റെ നാമത്തിൽ. ഞാനൊരു വ്യക്തിയെ കാണുന്നു, ഈ കോപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഷാജി എന്ന് പറയുന്ന ഒരു വ്യക്തി കുറേ നാളുകളായിട്ട് ആ ബാങ്കിൻ്റെ അകത്തൊരു കുരുക്ക് പോലെ ഒരിക്കലും അതായത് ഒത്തിരി ശ്രമിച്ചിട്ടും 5 വർഷമായിട്ട് ആ ഒരു ഫിനാൻസിൻ്റെ മേഖലയിൽ വലിയൊരു കുരുക്ക്, ഈ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് ഞാൻ പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു കുരുക്കിൻ്റെ അകത്ത് കയറിപ്പോയതാണ്. കുറേ വർഷമായി, ഒരു 5 വർഷം മുമ്പ് നടന്നതാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ചു, ഒത്തിരി ദുഃഖങ്ങൾ സംഭവിച്ചു, പലരുമായിട്ട് തെറ്റേണ്ടി വന്നു, പലരുമായിട്ട് എന്താ പറയുന്നത്, ഒത്തിരി പല സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയി, ജീവിതത്തിൻ്റെ അകത്ത് വലിയൊരു ട്രാജഡി വരെ സംഭവിച്ചു പോയി. അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവിനോട് പറയുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ സാമ്പത്തികപരമായി കയറിക്കൂടിയ കുരുക്ക് പിന്നീട് തലവേദനയായിട്ടും ബന്ധങ്ങളെ പോലും മുറിച്ചു കളയുന്ന രീതിയിൽ അനുഭവമായി വന്നതിനെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ നിമിഷം തന്നെ ആ സാമ്പത്തിക കുരുക്കുകളുണ്ട്, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ എത്ര കൊണ്ടിട്ടാലും തികയാത്ത രീതിയിൽ കൊണ്ടിടുന്ന കുരുക്കുകളുണ്ട്. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിന് വരുന്ന കുരുക്കുകളെ അഴിക്കുന്നു. ആരാണ് അതുമായിട്ട് ബന്ധപ്പെട്ടത്? യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തു. ബ്രദർ എന്റെ ഹസ്ബൻഡാണ്. ഈ പറഞ്ഞ പോലെ എല്ലാം സിസ്റ്റർ കേട്ടായിരുന്നു. ഹസ്ബൻഡാണ് ഷാജി. ഞാൻ ഇതിലെ കേട്ടോണ്ടിരിക്കുവായിരുന്നു. ഈ പറഞ്ഞ അടയാളങ്ങളെല്ലാം സിസ്റ്റർ കേട്ടല്ലോ. ആണ്. എന്നോട് ഈ കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസ്റ്ററെ? ഇല്ല ബ്രദർ. ഇന്ന് വിടുതൽ സിസ്റ്ററെ. കർത്താവ് ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വിടുതൽ. ഇനി മേലാൽ ആ സാമ്പത്തിക വിഷയം കാരണം മരിച്ചാൽ മതി എന്ന് പോലും ചിന്തിപ്പിക്കുന്ന രീതിയിൽ പിശാച് കൊണ്ടിരുന്ന ചില ചിന്തകളെ ഇപ്പോൾ ആത്മാവിൽ വെട്ടിവിടുന്നു. കർത്താവിൻ്റെ അത്ഭുതത്തെ തൊടുന്നപ്പോൾ, അത്ഭുതത്തെ റിലീസ് ചെയ്യുന്നപ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ, നമുക്ക് ഒരുമിച്ച് രോഗത്താൽ ഭാരപ്പെടുന്ന ഈ കൂട്ടത്തിൽ പറഞ്ഞ് ഇപ്പോൾ വേദന ഞങ്ങളെ വിട്ട്, വേദന ഉള്ളവർക്ക് വേദന മാറുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ നിങ്ങളുടെ മേൽ തുറക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥനയോടെ ഓരോ ദിവസം കയറുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് തൊടും. നിങ്ങളുടെ അസാധാരണമായ കാര്യങ്ങളെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക. യേശുവിൻ ഇതൊരു ചുമ്മാ വചനം കേട്ട് പോകുന്ന സ്ഥലമല്ല കേട്ടോ. ഇവിടെ കേൾക്കുന്ന വചനത്തെ ഉറപ്പിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് ദൈവം കാണിക്കുന്ന സ്ഥലമാണ് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ. ഞാൻ കാണുന്ന ഈ തലമുറകളുമായിട്ട് ബന്ധപ്പെട്ട് ജോലിക്ക് അലഞ്ഞിട്ട്, ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂടെ ഒരു വ്യക്തിയോട് പറഞ്ഞതാണ്, എൻ്റെ മോന് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യണമെന്ന് ഞാൻ കേൾക്കുന്ന ഇങ്ങനെയാണ്. ഒരു പള്ളി കൂടുന്ന ഒരു വ്യക്തിയോട് പറഞ്ഞതാണ്. പക്ഷേ ആ വ്യക്തി ചെയ്യാമെന്ന് പറഞ്ഞു. എൻ്റെ കർത്താവ് ഉള്ളി പറയുകയാണ്, ചെയ്യാവുന്നൊരു പറച്ചിലേ ഉള്ളൂ, പലരും ചെയ്തു തരുന്നില്ല. പക്ഷേ കർത്താവിനോട് പറയുന്നു, ഈ ദിവസങ്ങളിൽ ആ മകന് വേണ്ടി നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, എന്താ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവ്, എൻ്റെ മകന് വേണ്ടിയുള്ള നന്മകളെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കൽപ്പിക്കും എന്ന് പറയാൻ തയ്യാറെങ്കിൽ ആരോടും റെക്കമെൻഡേഷൻ വേണ്ട. യേശു ക്രിസ്തു ഈ ദിവസങ്ങളിൽ വലിയ പ്രവർത്തികളെ ചെയ്യുവാൻ വേണ്ടി പോവുകയാണ്. ഞാനിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഏറ്റെടുത്തോണം. ആ കേൾക്കുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം കൂടെ നിങ്ങൾ പറഞ്ഞതാണ് ഒരു വ്യക്തിയോട്, പക്ഷേ ആ വ്യക്തി തരാമെന്നും നോക്കാമെന്നും പറഞ്ഞ് പോയതാണ്. പക്ഷെ അതൊക്കെ വിട്ടേക്ക്, ആരുടെ മുമ്പിൽ തലകുനിക്കേണ്ട. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം പറഞ്ഞു. എന്റെ കുഞ്ഞിനെ ഇതുപോലെ പുറത്ത് കൊണ്ടുവന്ന് പറഞ്ഞ് 3,60,000 രൂപ മേടിച്ചു. ഇപ്പം നമുക്ക് ആ പൈസ തരുന്നില്ല. നമ്മൾ ലോൺ എടുത്ത് കൊടുത്തതാണ്. ഇപ്പം നമ്മൾ ആ പയ്യന്റെ പുറകെ നടക്കും, ഞങ്ങളുടെ പൈസ ഇനിതാ ലോൺ അടയ്ക്കാനുള്ള അന്ന് അവൻ തരുന്നില്ല ബ്രദർ. ഈ കുഞ്ഞിന് പുറത്ത് പോകണമെന്ന് പറഞ്ഞ് പൈസ കൊടുത്തതായിരുന്നു.
ഇന്ന് സിസ്റ്റർ അത്ഭുതമാണ്. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. ഇന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ പൊട്ടിക്കുന്ന സമയമാണ്. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ ഇന്ന് ഞങ്ങൾ തല കുനിക്കത്തില്ല, തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ലപ്പ. ഈ സമയത്ത് ഞാൻ രോഗികൾക്കായി പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്പോൾ തന്നെ നിങ്ങളുടെ വേദന വിട്ടൊന്ന് ചെക്ക് ചെയ്ത് വേദന വിട്ട് മാറിയവരുണ്ടെങ്കിൽ പൂർണ്ണ സൗഖ്യം. ഞാൻ പറഞ്ഞല്ലോ, ആശ്വാസമല്ല, ദൈവം അത്ഭുതമാണ്. ഒന്ന് ചെക്ക് ചെയ്ത് ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടായിരുന്നെങ്കിൽ ആ വേദനയുള്ള ഭാഗത്ത് കൈയോടെ വെച്ച് ഇപ്പോൾ ആ വേദന യേശുവിൻ്റെ നാമത്തിൽ വിട്ടു മാറിയിരിക്കുന്നു. വേദന മാറിയവരുണ്ടെങ്കിൽ, രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ടെങ്കിൽ, ഇപ്പം ആദ്യം തന്നെ രോഗസൗഖ്യം ലഭിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള സമയമാണ്. അതിന് മുമ്പായിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് 2025 നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇത് ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള മേഖലകൾ ഉയർച്ച പ്രാപിക്കും. വായ്പ മേടിക്കത്തില്ല, നന്മ നമ്മുടെ പുറകെ വരും, ഒരു പൈസ പോലും നഷ്ടപ്പെട്ടു പോകും. നിൻ്റെ അധ്വാനം നീ തന്നെ ഭക്ഷിക്കും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വന്നിരിക്കുന്നുള്ള വചനത്താൽ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. പിന്നെയും കർത്താവ് മുന്നോട്ട് അവരുടെ ദശാംശങ്ങളായിക്കോട്ടെ, അവരുടെ എല്ലാം മാറ്റിവെക്കലായിക്കോട്ടെ, അതൊന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. വരാൻ പോകുന്ന എല്ലാ മീറ്റിങ്ങുകൾക്കും, എല്ലാ പ്രാർത്ഥനകൾക്കും കർത്താവ് അവരുടെ നന്മകൾ അനുഗ്രഹമായി തീരുന്നല്ലോ. ബ്ലസ് ചെയ്യുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇനിയും ദൈവം വർദ്ധിപ്പിക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നപ്പോൾ കൊയ്ത്തിൻ്റെ സമയമാണപ്പോൾ. ഇത് വിതച്ചവൻ കൊയ്തെടുക്കുന്ന സമയമാണപ്പോൾ. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെട്ടവരോ വേദനയാൽ ഭാരപ്പെട്ടവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സാക്ഷ്യം പറയാനുള്ള അവസരമാണ്. അതിനുശേഷം ആലോചന ഒരേ ആലോചന ഒരേപോലെ വെളിപ്പെട്ടെങ്കിൽ ഒരാൾ പറയുമ്പോൾ പിന്നെ എടുത്തു പറയണ്ട. ഞാൻ പിന്നെയും പറയണം, എടുത്തു പറയണ്ട. ഒരാളത് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താൽ മതി. കർത്താവ് സഹായിക്കട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു, ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. ഇടപെട്ടവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഞാനിപ്പോ പറഞ്ഞ രാജു പറയുന്ന എന്റെ ഹസ്ബൻഡാണ്. അത് പറഞ്ഞു. ഞങ്ങള് സാമ്പത്തിക കുരുക്കില് പിന്നെ ഒരുപാട് പ്രാവശ്യം ഇതുപോലെ 3-ാമത്തെ 4-ാമത്തെ പ്രാവശ്യം സൊസൈറ്റിയിൽ ഇങ്ങനെ പൈസ എടുക്കുന്നത്, അടയ്ക്കും തോറും വീണ്ടും അത് ഞങ്ങൾക്ക് പലിശ കൂടുന്ന കൂട്ടുപലിശയാവുന്നു. അല്ലാതെ 8 ലക്ഷത്തിന്റെ എടുത്തു, പിന്നെ 7 ലക്ഷത്തിന്റെ എടുക്കുന്നു, 10ന്റെ എടുത്തു. ഇങ്ങനെ അടയ്ക്കുന്നു എങ്ങനെയും മറിച്ച് അടയ്ക്കുന്നു. അല്ലാതെ ഒന്നും അത് തീരാനൊരിതും കിട്ടുന്നില്ല. ഞങ്ങൾക്ക് സാമ്പത്തികം 10-15 ലക്ഷത്തിന്റെ കടത്തി നിൽക്കുക ഞങ്ങള്. ഇത് ഇന്ന് കേട്ട ആലോചന ഏറ്റെടുത്തോണം. കർത്താവ് അത് വലിയൊരു സാക്ഷ്യമായിട്ട് മാറ്റാനിടയെ തീരും കേട്ടോ. ഇന്ന് കേട്ട ആലോചന ഇന്ന് ഞാൻ സ്വീകരിക്കാം. ദൈവത്തിൻ്റെ നന്മ എൻ്റെ ജീവിതത്തിലേക്ക് വെളിപ്പെടും, അതൊരു അത്ഭുതമായി തീരുമെന്ന് പറഞ്ഞാൽ മതി. കർത്താവ് അത് സാക്ഷ്യമാക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ഹലോ, പ്രൈസ് ലോർഡ് ബ്രദർ. പറഞ്ഞു. ഹലോ, പറഞ്ഞു സിസ്റ്ററെ. പ്രൈസ് ലോർഡ്. മിനിഞ്ഞാന്ന് ഞാന് സൂമി കയറിയായിരുന്നു. അന്ന് ബ്രദർ പറഞ്ഞായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വലത്ത് ഭാഗത്ത് ഒരു മുസ്ലിങ്ങളുടെ ഭവനമുണ്ട്. പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് ഓഡിയോ ജാമാവുന്നു. ഒരു മിനിറ്റ്. പറഞ്ഞു. ബ്രദറെ, മിനിഞ്ഞാന്ന് ഞാൻ സൂമി കയറുന്ന ആളാണ്. മിനിഞ്ഞാന്ന് പിന്നെ പറഞ്ഞായിരുന്നു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ആ സൈഡിൽ ഒരു മുസ്ലിങ്ങളുടെ ഭവനമുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. അവര് ഞങ്ങളുടെ കൂടെ ഒരുമിച്ചിരുന്നത് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അവര് മക്കളില്ല അവർക്ക്. നമ്മള് ഞാൻ പ്രാർത്ഥിക്കാന്നൊക്കെ പലപ്പോഴും അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് അത് വലിയൊരു സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ശരി. ഗോഡ് ബ്ലസ് യു ബ്രദറെ,
പറഞ്ഞു. ഞാനും മോനും പനിയായിട്ട് ഭാരപ്പെടുവായിരുന്നു. ഒരു മിനിറ്റ്, ഒരേപോലെ പറയല്ലേ, പറഞ്ഞു. കേൾക്കുന്നില്ല സിസ്റ്ററെ? ഹലോ ബ്രദറെ, പറഞ്ഞു പറഞ്ഞു. ഞാനും മോനും പനിയാലെ ഭാരപ്പെടുവാന്ന്. ഒത്തിരി വ്യത്യാസമുണ്ട്. ദൈവത്തിന് സൗഖ്യം തന്നെ കർത്താവിനെ സഹിക്കുന്നു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് ഇന്ന് പ്രിയമ കൊടുത്ത വിടുതൽ നിന്നത് പൂർണ്ണ സൗഖ്യത്തിലേക്കായി തീരട്ടെ. യേശു എല്ലാ ക്ഷീണങ്ങളും വിട്ടുമാറട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കുറച്ചു മുന്നേ പറഞ്ഞിരുന്ന രാഘവൻ എന്ന പേരിന്റെ അവസാനമുള്ള ഒരു വ്യക്തി എന്തൊരു ലെറ്റർ സംബന്ധമായ കാര്യം. ഒരു സെക്കൻഡ്. ആരാ രാഘവൻ? ആരായിരുന്നത്? എന്റെ ഫാദറിന്റെ പേര്. അപ്പൊ എന്റെ സർനെയിമായിട്ട് വരുന്നത് തറയിൽ പറമ്പിൽ രാഘവൻ, ബിന്ദു എന്നാ എന്റെ പേര്. ബാക്കി എന്റെ വീട്ടുപേര് പ്ലസ് എന്റെ ഫാദറിന്റെ നെയിമാ രാഘവൻ. എന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം അങ്ങനെയാണ്. അപ്പൊ ഞാനത് ഏറ്റെടുക്കുന്നു. ഞാനിവിടെ ഇവിടെ രജിസ്ട്രേഷൻ നേഴ്സായിട്ട് കയറാനായിട്ട് മുന്നോട്ട് ഓരോ പേപ്പർ വർക്കുകൾക്ക് വേണ്ടി ചെല്ലുമ്പോൾ ഒത്തിരി തടസ്സങ്ങൾ നേരിടുന്നുണ്ട് ബ്രദർ. ഞാനത് ഏറ്റെടുക്കുന്നു. ആമേൻ. അത്ഭുതമാണ് സിസ്റ്റർ. കർത്താവ് ഇന്ന് ഇടപെട്ടതാണ്. അത് ഏറ്റെടുത്തോണം. വലിയ സാക്ഷ്യമായിട്ട് കർത്താവ് മാറ്റും കേട്ടോ. ആമേൻ. താങ്ക് യു. എന്റെ മകനും 4 ലക്ഷം രൂപ ഒരു യുകെക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു കൊടുത്ത് ജോലി നഷ്ടപ്പെട്ടു. ഡൽഹിയിൽ ജോലി ഉണ്ടായിരുന്നു, അത് കളഞ്ഞിട്ട് ഒരാള് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്തിട്ട് അയാള് അഡ്രസ്സ് പോലും ഇല്ല. ഇനി എന്താ ചെയ്യണ്ടേന്ന് ആലോചിച്ച് ഞാനും ഭയങ്കര വിഷമിച്ചിരിക്കുക ബ്രദറെ. അത് പ്രാർത്ഥിച്ചോളാം സിസ്റ്റർ. ഞാൻ പറഞ്ഞില്ല പ്രാർത്ഥിക്കുക എന്നല്ല, ആ വചനം എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും, ഞാൻ ഭാഗ്യവാൻ, എനിക്ക് നന്മ വരും, അതെടുത്ത് പറഞ്ഞോണം. അത് എൻ്റെ നന്മ, എൻ്റെ അധ്വാനം നഷ്ടപ്പെട്ടു പോകത്തില്ല, അത് എൻ്റെ അടുത്തിട്ട് എന്നെ മടങ്ങി വരും തന്നെ പറഞ്ഞോണം. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റാൻ ഇടയായിത്തീരും കേട്ടോ. ഹലോ ബ്രദറെ. പറഞ്ഞു പറഞ്ഞു സിസ്റ്ററെ. എന്റെ ചേച്ചിയാണ് രമ. അവരുടെ മോന് നട്ടലിന് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കാണ്. ഇടയ്ക്കൊക്കെ അങ്ങനെ ഓർമ്മയില്ലാണ്ടായി പോരും. മരണം പെട്ടെന്ന് ഒരു ഓർമ്മയില്ലാണ്ടായതാ. ബ്രദർ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിസ്റ്റർ അവിടെ ചെന്നിട്ട് ആ ചേച്ചിയുടെ വീട്ടിൽ ചെന്നിട്ട് പറയണം. എപ്പോഴും സിസ്റ്റർ ചെല്ലുമ്പോഴൊക്കെ പറഞ്ഞാൽ കൈ വെച്ചിട്ട് പറയണം, യേശുവിൻ്റെ തിരുമുറിവിനാൽ ഈ മകൻ്റെ ശരീരത്തിൻ്റെ മേൽ സൗഖ്യം വന്നിരിക്കുന്ന, യേശു ഈ മകൻ്റെ രോഗത്തെ വഹിച്ചതാണ്, കർത്താവിൻ്റെ മുറിവ് ഈ മകൻ്റെ സൗഖ്യമാണ്. എപ്പോഴും ആ കൈ വെച്ച് പറഞ്ഞു പറയണം. ആ മകൻ എണീറ്റ് നടക്കുക തന്നെ ചെയ്യും കേട്ടോ. അങ്ങനെ തന്നെ പറഞ്ഞോണം. നാളെ പോയിട്ട് ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ദൂര സ്ഥലത്താണ്, എപ്പോഴും പോകാൻ പറ്റിയില്ല. അവിടെ വീട്ടിൽ പോയിട്ട് മീറ്റിംഗ് ഒക്കെ കാണിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഫോണിലൂടെ ഒക്കെ. എപ്പോഴും ഇനി പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഫോണിൽ വിളിച്ചാണെങ്കിലും അവൻ്റെ ഉള്ളിൽ പറയണം. അവർക്ക് പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ ഫോൺ കൊടുത്തിട്ട് വേണം, യേശു നിന്റെ രോഗത്തെ പറഞ്ഞുകൊണ്ടിരിക്കണം. അത് പറയുമ്പോൾ ആ ശരീരത്തിലേക്ക് ആ വചനം പ്രവേശിച്ച് ദൈവപ്രവൃത്തിയിലേക്ക് ഒരിടത്തിനും കേട്ടോ. പ്രാർത്ഥനാ വിഷയം പറയട്ടെ. പറഞ്ഞു. പ്രാർത്ഥനാ വിഷയം സിസ്റ്ററെ നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു സിസ്റ്ററെ. ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മേൽ പ്രവർത്തിച്ച് കഴിഞ്ഞു. അങ്ങനെ ചെയ്താൽ മതി. കർത്താവ് എൻ്റെ വിഷയത്തിൻ്റെ മേൽ ഇടപെട്ട് കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിച്ചാൽ മതി കേട്ടോ. ബ്രദർ, ഇന്നലെ ഒരു ദൈവാലോചന പറഞ്ഞായിരുന്നല്ലോ. വാഹനവുമായി വരുമാന മാർഗം തുറക്കാൻ പോകുന്നു. പിന്നെ കമ്പനിയുടെ പുതിയ സ്റ്റിക്കർ ഒട്ടി ഇറക്കുന്ന ലെവലില് ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി ആണ്. അവരെ ദൈവാത്മാവ് തൊടുന്നുവെന്ന് പറഞ്ഞു. അത് നമ്മളത് അങ്ങനെ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ബ്രദർ. അപ്പം അത് ഏറ്റെടുത്തോ സിസ്റ്ററെ. ആലോചന ഏറ്റെടുത്തോണം. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ആമേൻ. സ്തോത്രം ബ്രദർ. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും. ആമേൻ. സ്തോത്രം. പറഞ്ഞു. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോ സിസ്റ്ററെ. അത് പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുതെന്ന് പറയുമ്പോ അതെന്തോ അർത്ഥമാക്കുന്നതെന്ന് പറയൂ ബ്രദർ.
അത് ചില സങ്കീർത്തനത്തിലെ വാക്യമാണ്. ദുഷ്ടൻ്റെ ആലോചനകൾ നടക്കാതെയും, അതായത് ആ കാലഘട്ടത്തിൽ അതായത് നമ്മളൊരു വചനം കേൾക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ കേട്ടല്ലോ, വചനത്തിന് വിരുദ്ധമായിട്ട് സംസാരിക്കുന്ന ആളുകളുടെ അടുക്കൽ പോയിട്ട് നമ്മൾ ഇരിക്കുകയോ അവരോട് നമ്മൾ ഇരിക്കാതെ വെച്ച്, നമ്മളിപ്പോൾ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്കൊരിക്കലും ഒരാളുടെ അടുത്ത് ഇരിക്കാതിരിക്കാനോ സംസാരിക്കാനോ പറ്റത്തില്ല. അവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. അവർ പറയുന്ന കാര്യങ്ങളെ നമുക്കൊരു വിശ്വാസമുണ്ട്, അതിന് വിരുദ്ധമായിട്ട് എന്ത് വന്നാലും നമ്മളത് സ്വീകരിക്കേണ്ട കാര്യമില്ല. അവരെ വെറുക്കുകയല്ല, അവരെ അക്സെപ്റ്റ് ചെയ്യേണ്ട. മനസ്സിലായി? ഉദാഹരണം പറയുമ്പോൾ ഒരു മദ്യപാനിയായ മനുഷ്യൻ എൻ്റെ അടുത്തോട്ട് വരിക, അയാൾ എൻ്റെ കൂടെ ഇരുന്ന് മദ്യപിക്കുമ്പം ഞാൻ സ്വാഭാവികമായിട്ട് എണീറ്റ് പോകുന്നുണ്ടല്ലോ. അയാൾ എന്നെ മദ്യപിക്കാൻ നിർബന്ധിക്കുമ്പോൾ ഞാനതിനെ എതിർക്കുന്നതിൻ്റെ കാര്യമൊന്നും എനിക്ക് താല്പര്യമില്ല. ഇതേപോലെ ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെയും പരിഹാസ ഇരിപ്പിടത്തിലിരിക്കാതെ. അപ്പം നമ്മൾ അങ്ങനെയുള്ളവരുടെ കൂടെ കൂട്ടുകൂടായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവരിൽ നിന്ന് ഒഴിവാകുക, അവരെ സ്നേഹിക്കുക, പക്ഷെ അവരെ വെറുക്കരുത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഇന്ന് തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യുന്നു. പിന്നെയും നമുക്ക് സാക്ഷ്യങ്ങളെ കർത്താവിൻ്റെ കൃപയാൽ മുന്നോട്ട് കേൾക്കാം. അപ്പോൾ ഈ വർഷം നമ്മൾ ഇന്ന് ആരംഭിച്ചു. ഇനി മുന്നോട്ട് കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഫെബ്രുവരിയിലെ മീറ്റിംഗ് കൂടാതെ നമുക്ക് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കുവാൻ ഇടയായിത്തീരും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. നാളെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ദൈവത്തിൻ്റെ ആലോചനയിലും അത്ഭുതത്തിലും നമുക്ക് ഒത്തുചേരാം. കേട്ട ആലോചനകളൊക്കെ ഏറ്റെടുത്ത് വിശ്വസിച്ച് ഏറ്റുപറയുക. കർത്താവ് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കുവാൻ ശക്തനാണ്. നമുക്ക് ഒരുമിച്ച് ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാ മൈക്കുകളെയും മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കും